അവിടെ 625 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഫ്ലാറ്റ് വിറ്റിരുന്ന റേറ്റ്. മനസ്സിലായി, 8.4 lakhs ആണ് ഒരു 2 bedroom ഫ്ലാറ്റിൻ്റെ വില. ആ വിലയ്ക്കാണ് അന്ന് ഫ്ലാറ്റുകൾ വിറ്റുകൊണ്ടിരുന്നത്. ഇന്ന് അതേ ലൊക്കേഷൻ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് വേണമെങ്കിൽ 15,000 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കണം. ആ അഫോർഡബിലിറ്റി ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ലക്ഷറി ഇല്ലാണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ആവശ്യമായിട്ടുള്ള അവിടെ സേഫ്റ്റിക്ക് കോംപ്രമൈസ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ലാൻഡ്സ്കേപ്പിനകത്ത് ചെമ്പരത്തി ഇടുന്നതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? പല സീനിയർ ലിവിങ് ഹോമുകളുടെയും ആർക്കിടെക്ചർ അതിന് കമ്പാറ്റബിൾ അല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ പലതും നമ്മളെ എക്സിസ്റ്റിംഗ് വീടുകൾ റീമോഡൽ ചെയ്തിട്ടും എക്സിസ്റ്റിംഗ് വീടുകളെ തന്നെ സീനിയർ ലിവിങ് ഹോമായിട്ട് മാറ്റിയിട്ടുള്ള സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ ഓരോ ഏക്കർ സ്ഥലത്ത് 100 ഫ്ലാറ്റ് പണിയുന്നതും ഏക്കർ സ്ഥലത്ത് 10 വില്ല പണിയുകയും ചെയ്യുമ്പോൾ ലാൻഡ് വാല്യൂ 10 പേര് ഷെയർ ചെയ്യണോ 100 പേര് ഷെയർ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ക്വസ്റ്റൻ ഓഫ് അഫോർഡബിലിറ്റിയാണ്. ഇത് നമ്മളൊരു ബ്രോഷറിൻ്റെ പിൻബലത്തിൽ വെക്കുന്നതാണ് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ വരച്ചു വെച്ചൊരു പ്ലാൻ്റെ പിൻബലത്തിൽ വെക്കുന്നതാണ്. അവിടെ കസ്റ്റമർ പ്രതീക്ഷിക്കുകയാണ് ഇന്ന പോലേക്ക് ആവും, ഇന്ന പോലേക്ക് ഇത് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് അവർ അഡ്വാൻസ് തരുന്നത്. ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക്, ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് കൃത്യമായിട്ടുള്ള മൂല്യം തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. എനിക്കൂടെ എല്ലാ ബിൽഡിങ്ങുകളും ഒരു അനുഭവമാണ്. എല്ലാ ബിൽഡിങ്ങിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും, എല്ലാ ആർക്കിടെക്ട്സിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും, എല്ലാ നിർമ്മാതാക്കളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. കാരണം എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ലോ എല്ലാവരും. സാധാരണ രീതിയിൽ റിയൽ എസ്റ്റേറ്റിലെ ആദ്യത്തെ ചോയ്സ്, ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. ഇപ്പോൾ കണ്ണൂർ മാത്രം പേരുള്ള ഒരാളോട് എറണാകുളത്ത് ഫ്രീ ആയിട്ട് ഫ്ലാറ്റ് ഇടാന്ന് പറഞ്ഞാൽ പോലും വരില്ല. Hello and welcome everybody to our show, and today's conversation is very interesting indeed. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്യണം ഒരു വീട് വാങ്ങിക്കണം എന്ന്, പല പ്രോപ്പർട്ടീസ് പോയി നോക്കി. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ എനിക്കൊരു ധൈര്യക്കുറവ്. ആൻഡ് കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ആൻഡ് ഐ എം ഷുവർ മെനി ഓഫ് യു ആർ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. സോ നിങ്ങളുടെ മനസ്സിലും കുറേ ചോദ്യങ്ങളുണ്ടാവും. ആൻഡ് ഇതിനെല്ലാം ഉത്തരം നൽകാൻ കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ്സ് വെൽക്കം വി സുനിൽ കുമാർ. ഹി ഈസ് ദ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് The Asset Homes. So welcome to our show, sir. It's an absolute pleasure and honor to have you here on the show. Thank you. ഞാൻ ആദ്യം കുറേ ചോദ്യങ്ങൾ ഇട്ടിട്ട് ഹൗണ്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ജസ്റ്റ് കൺഗ്രാറ്റുലേറ്റ് യു ഫോർ ഒരു നാഷണൽ അവാർഡ് എന്ന് തന്നെ പറയാം ഇൻ ദ ഹൗസിംഗ് ഇൻഡസ്ട്രി, ക്രെഡൈഡേ അല്ലേ? ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ഫസ്റ്റ് ടെൽ മീ അബൌട്ട് ദിസ് ഹ്യൂജ് അച്ചീവ്മെന്റ് ഓഫ് യുവേഴ്സ്. ക്രെഡായി ഇന്ത്യയിലെ ബിൽഡേഴ്സിൻ്റെ ഓൾ ഇന്ത്യ ലെവലുള്ളൊരു അംഗീകൃത സംഘടനയാണ്. അപ്പോൾ ക്രെഡായി ഇത്തരം പ്രോജക്റ്റുകൾ, അതായത് പല ടൗണുകളിലുള്ള പല സെഗ്മെൻറ്റ്, ഇപ്പോൾ മെട്രോ നഗരങ്ങൾ വ്യത്യസ്തമാണ്, ടയർ 1 സിറ്റീസ് വ്യത്യസ്ത, ടയർ 2 അങ്ങനെ പല സിറ്റീസായിട്ട് തിരിച്ചിട്ട് അവിടെയെല്ലാം വരുന്ന അഫോർഡബിൾ ഹൗസിംഗ് കാറ്റഗറി, ലക്ഷറി ഹൗസിംഗ് കാറ്റഗറി, മിഡ് സൈസ് കാറ്റഗറി, ഇങ്ങനെയുള്ള റേഞ്ചുകളിലുള്ള പ്രോജക്റ്റുകളെ അംഗീകരിക്കുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ അവാർഡ് ഫംഗ്ഷനിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യം, അഭിമാനമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2 നാഷണൽ അവാർഡാണ് നമുക്ക് ലഭിച്ചത്. അതിലൊന്ന് ലക്ഷറി സെഗ്മെന്റ് ലെവലിൽ ടയർ 3 സിറ്റീസ്. കൊച്ചി വരില്ല, കൊച്ചി ടയർ 2 ആണ്. ടയർ 3 സിറ്റി എന്ന് പറയുമ്പോൾ ലൈക്ക് കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ, മേ ബി ഈറോഡ്, സേലം, ഇതൊക്കെയാണ് ടയർ 3. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിലെ ടയർ 3 സിറ്റീസിൽ ഏറ്റവും നല്ല ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്ടിൻ്റെ അവാർഡ് കൊല്ലത്തുള്ള അസറ്റ് ഹോംസിൻ്റെ സാൻഫോർഡ് എന്ന് പറയുന്ന പ്രോജക്റ്റിനാണ് ലഭിച്ചത്. ടയർ 2 സിറ്റീസിൽ കാലിക്കറ്റും കൊച്ചിയെല്ലാം ടയർ 2 സിറ്റീസാണ്. ടയർ 2 സിറ്റീസിലെ മിഡ് സെഗ്മെൻറ്റ് ലെവൽ അതിൽ ഏറ്റവും നല്ല അക്രോസ് ഇന്ത്യ ഏറ്റവും നല്ല പ്രോജക്റ്റിൽ അവാർഡ് കിട്ടിയത് അസറ്റ് ഹോംസിൻ്റെ കാലിക്കറ്റിലുള്ള എൻസൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. അതിൽ വിന്നർ ലെവലിൽ, അതായത് 2 ഒന്നാം സ്ഥാനം ലഭിച്ച ബിൽഡർ കേരളത്തിൽ നിന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 1-ാം സ്ഥാനമുള്ള മറ്റ് ബിൽഡർമാരും ഇല്ല. അപ്പോൾ ദ തിങ് ഈസ് ദാറ്റ് അസറ്റ് ഹോംസിൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പൊസിഷൻ എല്ലാം കൃത്യമായിട്ട് കയ്യൊപ്പ് തന്ന ഒരു അവാർഡായിരുന്നു അത്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഇൻഡീഡ് സുനിൽ സർ. കാരണം നമ്മൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയും അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഈ ഒരു പൊസിഷനിലെത്തി ഇത്തരത്തിലുള്ള ഒരു നാഷണൽ ലെവൽ റെക്കഗ്നിഷൻ കിട്ടുക ഇസ് നോട്ട് എ സ്മോൾ തിങ്. ബട്ട് കമ്മിങ് ടു എ ബയർ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, ഒരു ഐ തിങ്ക് കഷ്ടപ്പെട്ട് കുറേ പൈസ എങ്ങനെയെങ്കിലും കൂട്ടിച്ചേർത്തൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ബ്രാൻഡ്സ് എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ കണക്റ്റാണ്. അപ്പോൾ സാറിൻ്റെ കാഴ്ചപ്പാടിൽ ലൈക്ക് ഇഫ് എ പേഴ്സൺ കംസ് ടു അസറ്റ് ഹോംസ് ടു ബൈ എ ഹോം, ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് വൺ തിങ്
100% ഞാൻ അഷ്യൂർ ചെയ്യാം എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? ഞങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ. വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ പർച്ചേസ്. അതായത് അവരുടെ സെലക്ഷൻ പ്രോസസ്സ് മുതൽ ഇപ്പോൾ നമ്മുടെ പോലത്തെ ഒരു ബ്രാൻഡിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചിലപ്പോൾ മാറിപ്പോവും. സംബഡി വിൽ കം ടു യു ആൻഡ് ആസ്ക് ഇന്ന ബഡ്ജറ്റിലുള്ള ഫ്ലാറ്റ് ഉണ്ടോ എന്ന് മാത്രമേ ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷനിൽ ഫ്ലാറ്റ് ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല ഒരു ഫ്ലാറ്റ് ചൂസ് ചെയ്യുന്നുള്ള ഘടകങ്ങൾ. അപ്പോൾ വാട്ട് വിൽ ഡു ഇസ് വിൽ ആക്ച്വലി ഗൈഡ് ദ കസ്റ്റമർ റെസ്പോൺസിബിളി. നമ്മളുടെ കയ്യിലുള്ള ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് വിൽക്കാനല്ല നമ്മൾ ശ്രമിക്കുക. എന്താണോ കസ്റ്റമറുടെ റിക്വയർമെൻ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് ഞങ്ങളെപ്പോലുള്ള ബിൽഡേഴ്സിനെ പറ്റുള്ളൂ. കാരണം അസറ്റ് ഹോംസിൽ 33 പ്രോജക്റ്റ് അക്രോസ് കേരളമുണ്ട്. അപ്പോൾ ദ വൺ വിച്ച് യു സെലക്ട് മേ നോട്ട് ബി ദ റൈറ്റ് വൺ ഫോർ യു. അങ്ങനെ കൂടെ ഉണ്ട്. അത് പറഞ്ഞുതരാൻ പറ്റുന്നത് ഞങ്ങൾക്കായിരിക്കും. അപ്പോൾ വാട്ട് വിൽ ഡു വിൽ ഗൈഡ് യു ഫ്രം ദ സൈറ്റ് വിസിറ്റ് മുതലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഗൈഡ് ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഹൗസിംഗ് ലോൺ എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് തരും. എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒളിച്ചു വയ്ക്കാനായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി കേരളത്തിൽ വന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ വെൽക്കം ചെയ്തുകൊണ്ട് പരസ്യം കൊടുത്ത ആൾക്കാരാണ് അസറ്റ് ഹോംസ്. അപ്പോൾ വാട്ട് യു ആർ ട്രൈങ് ടു ഡു യു ആർ ട്രൈങ് ടു മേക്ക് ദ ഇൻഡസ്ട്രി മോർ ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററിക്ക് അപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്ന ആൾക്കാരാണ്. കാരണം നേരത്തെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് റെഗുലേറ്ററി അതോറിറ്റി ഞങ്ങളോട് ആവശ്യപ്പെടുന്ന സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ററ പറയുന്നതിനപ്പുറത്ത് ററ പറയാത്ത എന്തെല്ലാം കാര്യങ്ങൾ കസ്റ്റമർക്ക് വേണ്ടി ചെയ്യാമെന്നുള്ള ആലോചനയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കോ ഒരു ഹോർഡിങ്ങോ ഒരു ബ്രോഷറോ ഒരു വാക്ക് ത്രൂ എല്ലാം തന്നെ അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ 100% പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് റെസ്പോൺസിബിൾ ആയിരിക്കുന്നു പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോമിസിനും, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയത്തിനും നമ്മൾ 100% റെസ്പോൺസിബിൾ ആകുമ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നല്ല, കസ്റ്റമർ ഡിലേറ്റഡ് ആവുന്നത്. സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കസ്റ്റമർ ഒന്ന് ഡിലേറ്റഡ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് ഹെഡ് ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ററയ്ക്കപ്പുറത്ത് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ആലോചന. അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പം ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഒരു വീട് വാങ്ങിക്കുന്ന കാര്യം പറയുമ്പോൾ ആദ്യം എല്ലാവരും പറയുന്നത് ഇപ്പം തന്നെ വീട് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, കാരണം വലിയൊരു തുക ബ്ലോക്ക് ചെയ്യുകയാണല്ലോ. രണ്ടാമത്തെ അവർ പറയുന്നത് വാടകയ്ക്ക് എടുക്കുന്നതല്ലേ വളരെ ചീപ്പർ. കേരളത്തിൽ എത്രയോ വീടുകൾ വെറുതെ കിടക്കണോ. ഇൻഫാക്ട് റെൻ്റൽ ഹൗസസ് ഒത്തിരി കൂടുതലാണ് എം ടി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ റേറ്റ്സും കുറവാണ്. എന്തിനാണ് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വീട് വാങ്ങിക്കുന്നത്, ഒരു റെൻറ്റഡ് അക്കോമഡേഷൻ എടുത്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? ഇത് വളരെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടും രണ്ടാമത്തെ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ടും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാകുന്നു, നാളെ വില കുറയുമോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് ഗ്രോത്ത് ഉണ്ടാകുമോ, ഒരു ഗ്രോത്തിൻ്റെ തുടക്കത്തിലാണോ ഞാനിത് എടുക്കുന്നത്, അതൊരു ഗ്രോത്തിൻ്റെ പീക്കിലാണോ ഞാൻ എടുക്കുന്നുള്ള സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക, ഏതാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ്. അതെന്നും അങ്ങനെയാണ് ഉത്തരം. 10 കൊല്ലം മുമ്പ് ചോദിച്ചാൽ അതാണ് ഉത്തരം, ഇന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം, 10 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചാലും ഉത്തരം തന്നെയാണ്. ആ ചോദ്യം ചോദിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയമാണ് നല്ല സമയം. കാരണം 1994 എറണാകുളത്ത് ആദ്യത്തെ ഫ്ലാറ്റ് ഞാൻ പണിയുമ്പോൾ അന്ന് 625 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വില. എറണാകുളം ടൗണിന് നടുക്ക് കരിക്കാമുറി എന്ന് പറഞ്ഞാൽ ജോസ് ജംഗ്ഷനോട് വളരെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ 625 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഫ്ലാറ്റ് വിറ്റിരുന്ന റേറ്റ്. മനസ്സിലായി, 8.4 lakhs ആണ് ഒരു 2 bedroom ഫ്ലാറ്റിൻ്റെ വില. ആ വിലയ്ക്കാണ് അന്ന് ഫ്ലാറ്റുകൾ വിറ്റുകൊണ്ടിരുന്നത്. ഇന്ന് അതേ ലൊക്കേഷൻ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് വേണമെങ്കിൽ 15,000 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കണം. 15,000? യെസ്, പെർ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 1994 മുതൽ 2024 വരെയുള്ള 30 വർഷത്തിനുള്ളിൽ ആ ലൊക്കേഷൻ ഉണ്ടായിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രോത്ത് അത്ര വലുതാണ്. നമ്മൾ ഓരോ കൊല്ലവും എന്ത് വ്യത്യാസമൊന്നും നോക്കരുത്. ഇക്കൊല്ലം എത്ര രൂപ കൂടി എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗോൾഡിൻ്റെ കമ്പയർ ചെയ്യുന്ന പോലെ ഇന്ന് വാങ്ങിച്ചു 10 മാസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എത്ര കൂടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് റിയൽ എസ്റ്റേറ്റിൽ വർക്കില്ല. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കണക്കാക്കണേ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കണം. എന്നാലും ലോങ് ടേം ആയിട്ട് നമ്മൾ കരുതി കഴിഞ്ഞാൽ ഹൗ മച്ച് ഓഫ് എ പെർസെൻറ്റേജ് ഇൻക്രീസ് ഹാവ് യു സീൻ ഇൻ യുവർ ലോങ് എക്സ്പീരിയൻസ്? ഇപ്പോൾ എത്ര വർഷമായിട്ട് യു ബീൻ വർക്കിംഗ്? അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രൈസിനകത്ത്
വലിയ വ്യത്യാസം വരും. പക്ഷേ ഒരു പ്രോഡക്റ്റിൻ്റെ കേസ്, ഒരു പ്രോജക്റ്റ് നിങ്ങൾ വാങ്ങിച്ചാൽ ആ പ്രോജക്റ്റ് അതേപോലെ തന്നെ പുതിയ ബ്രാൻഡ് ന്യൂ പ്രോജക്റ്റിൻ്റെ ഒപ്പം തന്നെ വില എത്തണമെന്നില്ല. ഇപ്പോൾ കരിക്കാമുള്ള 15,000 റുപ്പീസ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് ആയി എന്ന് പറയുമ്പോൾ ഈ പർട്ടിക്കുലർ ഫ്ലാറ്റ്, അത് 625 രൂപയ്ക്ക് അന്ന് വിറ്റ ഫ്ലാറ്റിന് 15,000 രൂപയെന്നതിന് അർത്ഥമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂവിൻ്റെ ഒരു 60% വില കിട്ടും. അപ്പോൾ 8,000 9,000 റുപ്പീസ് പറയുന്ന വിലയുണ്ട്. ആ വിലയിലേക്ക് എത്താനുള്ള കാരണം വെച്ചാൽ അത് കോമ്പീറ്റ് ചെയ്യുന്നത് പുതിയ സ്പെക്കായിട്ടാണ്. ആ വ്യത്യാസമാണ്. പക്ഷേ ഇതിന് റീഡെവലപ്മെൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ബോംബെ പോലുള്ള നഗരങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള റീഡെവലപ്മെൻറ്റ് നിയമങ്ങളുണ്ട്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീഷൻ ചെയ്ത് 30 years 35 years കഴിയുമ്പോൾ അത് റീഡെവലപ്പ് ചെയ്യാനായിട്ട് വരുമ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ FSAയെക്കാട്ടിലും ഇത്ര ടൈംസ് FSA കൊടുക്കാം എന്നാണ് ബോംബെയിലെല്ലാം റൂള്. അപ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് വാങ്ങിച്ച ആൾക്കാർക്ക് ഒരു 30 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ സ്പെസിഫിക്കേഷൻ ബ്രാൻഡ് ന്യൂ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ബിൽഡേഴ്സ് ഉണ്ട്. സോ ദ കൈൻഡ് ഓഫ് വാല്യൂ ദേ ആർ ഗോയിങ് ടു അച്ചീവ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഈസ് മച്ച് ഹയർ ദാൻ വാട്ട് ദേ ഇൻവെസ്റ്റഡ് years back. ആക്ച്വലി ഇൻ കൊച്ചി അതൊരു റെലവൻറ്റ് കാര്യമാണ്. കാരണം സ്ഥലത്തിൻ്റെ സ്കേർസിറ്റി ആസ് ഇറ്റ് ഈസ് ഉണ്ട് ആൻഡ് എ ലോട്ട് ഓഫ് ഓൾഡ് പ്രോപ്പർട്ടീസ് ആർ ഗോയിങ് ഇൻ ടു ഡെവലപ്മെൻറ്റ്. മേ ബി ഓവർ ദ നെക്സ്റ്റ് 5-10 years യു സീ എ ലോട്ട് ഓഫ് ദോസ് കേസസ്. കൺസിഡറിങ് ദ ഗ്ലോബൽ സിറ്റുവേഷൻ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ആൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് ആർ ഗോയിങ് അറൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈയിടയ്ക്കൊരു കോൺവെർസേഷൻ ഞാൻ കേട്ടിരുന്നു വേർ ഐ വാസ് ടോൾഡ് ദാറ്റ് റിവേഴ്സ് മൈഗ്രേഷൻ വളരെയധികം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. യു ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ പുറത്തുനിന്ന് തിരിച്ചു വന്ന് ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ നോക്കിക്കൊണ്ട് വരുന്ന ആൾക്കാർ, നോട്ട് നെസസറിലി റിട്ടയർഡ് ലൈഫ്. അപ്പോൾ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ടോ? ഡു യു സീ ദാറ്റ് ഹാപ്പനിങ്? ഉറപ്പായിട്ടുണ്ടല്ലോ. കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്. നമ്മളുടെ പഠിച്ച വിദ്യാഭ്യാസമുള്ള, നമ്മളുടെ അധ്വാനിക്കാൻ കഴിവുള്ള ആൾക്കാർ പുറം രാജ്യങ്ങളിൽ പോയിട്ട്, അതായത് ഒരു NRI പോപ്പുലേഷൻ പെട്ടെന്ന് നമ്മളതിൽ ഒരു 1970 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആൾക്കാർ ജോലി അന്വേഷിച്ച് പുറത്തു പോവുക, കഠിനാധ്വാനം ചെയ്യുക, വലിയ സമ്പാദ്യങ്ങളിലൊക്കെ തിരികെ നാട്ടിലേക്ക് വരിക, അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൾച്ചർ കേരളത്തിനുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അവിടെ തന്നെ സെറ്റിലാവുക എന്നുള്ളൊരു കൾച്ചറും പിന്നീട് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോയ ആൾക്കാർ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അവിടെ സെറ്റിലാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു മാറിയ ലോക സാഹചര്യങ്ങളിൽ ഒരുപാട് പേര് തിരികെ നാട്ടിലേക്ക് വരുന്നതിന് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി വരുന്നു. രണ്ട്, അവരുടെ എക്സ്പീരിയൻസിനോടൊരു വാല്യൂ വരുന്നു. നേരത്തെ അവരുടെ എക്സ്പീരിയൻസുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അത്തരമൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു. പിന്നെ ഈ കോവിഡിന് ശേഷം തെളിയിക്കപ്പെട്ടൊരു വലിയ കാര്യമാണ് നമ്മുടെ നഴ്സിംഗ് കെയറും നമ്മളുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹെൽത്ത് കെയറിങ്ങിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒരു ഹെൽത്ത് ഇൻഡെക്സുകളുടെ കാര്യത്തിലാണെങ്കിലും കേരളം ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ പല സ്ഥലങ്ങളെക്കാട്ടിലും വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. അപ്പോൾ അത്തരം ഫെസിലിറ്റീസ് എല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് പേര് തിരികെ നാട്ടിലേക്ക് വരുന്ന റിവേഴ്സ് മൈഗ്രേഷൻ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള, അവർക്ക് എക്സ്പോഷറുള്ള, അവരനുഭവിച്ചിട്ടുള്ള രീതിയിലുള്ള സൗകര്യങ്ങളുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള വലിയ റെസ്പോൺസിബിലിറ്റി കൂടി നമുക്കുണ്ട്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതാണ് വേൾഡിലെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മേ നോട്ട് എഗ്രി ഫോർ ദാറ്റ്. കാരണം വെച്ചാൽ അവരത് കണ്ടിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് ദ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസും അത്തരം ടെക്നോളജിയും എല്ലാം നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റുകളിലേക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ പ്രൈസസ് എസ്കലേറ്റ് ചെയ്യാൻ ബിയോണ്ട് ദ റീച്ച് ഓഫ് എ കോമൺ മാൻ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുമോ സർ? പ്രൈസ് എസ്കലേറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. വാല്യൂ ഫോർ മണിയാണോ നോക്കാവൂ. വാട്ട് എവർ മണി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന് വർത്താണോ ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് നോക്കേണ്ടത്. കാരണം എല്ലാ പ്രോജക്റ്റുകളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, ശരിയല്ലേ? ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക്, ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് കൃത്യമായിട്ടുള്ള മൂല്യം തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അതുകൊണ്ടാണ് അഫോർഡബിൾ ഹൗസിങ്ങിന് ഡിമാൻഡുണ്ട്. മനസ്സിലായില്ലേ? വളരെ ലക്ഷറിയസ് കാറ്റഗറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന തുകയ്ക്കുള്ള മൂല്യം ആ പ്രോഡക്റ്റിനുണ്ടോ? ഇതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അത് കൊടുക്കാനാണ് റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. സർ, അതുപോലെ വേറൊരു ചോദ്യം പലപ്പോഴും വരുന്നത്, ഐ എം ടോക്കിംഗ് കംപ്ലീറ്റ്ലി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു ബൈ എ ഹൗസ്. പലരും പറയുന്നത് ഫ്ലാറ്റ് വാങ്ങിക്കില്ല, സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പ്രൈസ് എസ്കലേറ്റ് ചെയ്യുമല്ലോ, ഫ്ലാറ്റിൻ്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ആണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയാവാം, ബട്ട് ഐ വുഡ് ലൈക്ക് ടു നോ യുവർ പെർസ്പെക്റ്റീവ് ഓൺ ദിസ് ആസ് വെൽ. സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് സ്ഥലത്തോട് കൂടെ കിട്ടുന്ന ഒരു വില്ല വാങ്ങിക്കുക ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ബൈയിങ് എ ഫ്ലാറ്റ്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? അല്ല, ഇതെല്ലാം ഒരു നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പല തിയറികളുടെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്,
ആ പ്രോസസ്സിൽ ഒരാളിപ്പോൾ താങ്കൾ തന്നെ ഒരു സ്ഥലം മേടിച്ചു, താങ്കൾ തന്നെ ആർക്കിടെക്റ്റിനെ കാണുന്നു, ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു, സാങ്ഷൻ വാങ്ങിക്കുന്നു, കോൺട്രാക്ടറെ കണ്ടെത്തുന്നു, വീട് പണിയുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു 3 to 4 years സമയമായിരിക്കും. അത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു 30 കൊല്ലം അല്ലെങ്കിൽ 40 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 10% സമയം നിങ്ങൾ വേസ്റ്റാക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഒരു പ്രൊഫഷണലിസം വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർ വഴി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അതിനൊരു ടേൺ കീ ആയിട്ട് അത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഇത് നമുക്ക് എല്ലാത്തിലും ചെയ്യാമല്ലോ. ഇപ്പോൾ വീട് പണിയിൽ മാത്രമാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ ആലോചിക്കാം, സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അത് ചെയ്യുന്നില്ലല്ലോ. അതിൻ്റെതായ പ്രൊഫഷൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ വീട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണെന്നും ആ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് ആ ഫീൽഡിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ അത് ലീഗലി 100% കറക്റ്റാവും, അത് ടെക്നിക്കലി 100% കറക്റ്റാവും, അത് ഫങ്ഷണലി 100% കറക്റ്റാവും, അത് മെയിൻ്റനൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ 100% കറക്റ്റാവും. അപ്പോൾ ഈ ആസ്പെക്റ്റുകളെല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഏജൻസിയിൽ നിന്ന് ഒരു വീട് വാങ്ങിക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ബോംബെയിലാരും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് പണിയുന്നില്ലല്ലോ, ചെയ്യുന്നുണ്ടോ? അല്ല, സ്ഥലം ഉണ്ടെങ്കിൽ പോലും ആരും ചെയ്യുന്നില്ല. കാരണം ദറ്റ് ഈസ് ഗോയിങ് ടു എ ഡിഫറെൻറ്റ് ജോബ് ഫോർ ദം. ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു വീട് നന്നായിട്ട് പണിയാൻ പറ്റുക? ടേസ്റ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ അവർ ചെയ്യുന്ന അവരുടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസി മാറ്റി വെച്ചിട്ട് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുന്ന പോലെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേറൊരു ജോബാണ്. So you would, between the two, if you had a choice to buy a house between a gated community villa and a flat, അത് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല എന്ന് പറയുന്നതും എൻ്റെ പ്രൈസും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് വെർട്ടിക്കൽ ലിവിങ്, എന്തുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ ഫസ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് കോസ്റ്റ് ഷെയറിംഗ് ആണ്. അതായത് നമ്മൾ ഒരു ഏക്കർ സ്ഥലത്ത് 100 ഫ്ലാറ്റ് പണിയുന്നതും ഏക്കർ സ്ഥലത്ത് 10 വില്ല പണിയുകയും ചെയ്യുമ്പോൾ ലാൻഡ് വാല്യൂ 10 പേര് ഷെയർ ചെയ്യണോ 100 പേര് ഷെയർ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ക്വസ്റ്റൻ ഓഫ് അഫോർഡബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ വില്ല ഇഫ് യു ലൈക്ക് ഇറ്റ്. Now tell me about your journey, sir. The first villa, first building that you constructed. You are the founder of the company. ആദ്യം എടുത്ത പ്രോജക്റ്റ് എന്തായിരുന്നു? ആ അനുഭവം എങ്ങനെയായിരുന്നു? Can you please share? അസറ്റ് ഹോംസ്, പേഴ്സണലി അസറ്റ് ഹോംസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിർമ്മാണ രംഗത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ 1991 എഞ്ചിനീയറിംഗ് ആയിട്ട് 94 മുതൽ ഞാൻ കൊച്ചിയിലെ നിർമ്മാണ രംഗത്ത് സജീവമായിട്ടുള്ള ആളാണ്. 2006 അസറ്റ് ഹോം സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞങ്ങളൊരു 14ഓളം അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റുകൾ കൊച്ചിയിൽ ചെയ്തിട്ടുണ്ട്, ഈ അസറ്റ് എന്നുള്ള ബ്രാൻഡ് ഇല്ലാതെ തന്നെ. 2006 അസറ്റ് ഹോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത് കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം അന്നത്തെ കാലത്ത് 2006 മുമ്പുള്ള കാലം എടുത്തു കഴിഞ്ഞാൽ ഒട്ടും കസ്റ്റമർ സെൻട്രിക് അല്ലാത്ത ഒരു ഫീൽഡായിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത്. കാരണം ഒരു ബ്രാൻഡഡ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ടോ ഒരു ബ്രാൻഡഡ് ജ്വല്ലറിയിൽ പോയിട്ടോ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു അനുഭവം കൊടുക്കുന്ന ഒരു ബ്രാൻഡഡ് ബിൽഡർ എന്ന് കേരളത്തിലില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അതായത് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസും ഡെലിവറബിൾസ് ഓഫ് ദ ബിൽഡറും തമ്മിലൊരു അന്തരം ഉണ്ടായിരുന്നു. ആ അന്തരം പല കാരണങ്ങളുണ്ടാണ്. ഒന്ന് പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലാവാം, ഒന്ന് സർവീസ് ക്വാളിറ്റിയിലാവാം, ഒന്ന് അതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസിലാവാം. അപ്പോൾ ഈ രംഗങ്ങളിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ കണക്ട് വിത്ത് ദി കസ്റ്റമർ എന്ന് മനസ്സിലാക്കിയിട്ട് കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് അസറ്റ് ഹോംസ് 2006 സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അന്നത്തെ ഫസ്റ്റ് ടാഗ്ലൈൻ നോട്ട് ജസ്റ്റ് ഹോംസ് ബട്ട് റിലേഷൻഷിപ്സ് ടു എന്നാണ് ഞങ്ങൾ ആദ്യം ടാഗ്ലൈൻ ചെയ്തത്. അപ്പോൾ പിന്നെ റിലേഷൻഷിപ്പിന് അപ്പുറത്ത് ഇതിലൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള തിരിച്ചറിവിലാണ് റെസ്പോൺസിബിൾ യൂവേഴ്സ് എന്നുള്ള പുതിയ ടാഗ്ലൈനിലേക്ക് എത്തിപ്പെടുന്നത്. അതിനിടയ്ക്ക് വേറെ പല ടാഗ്ലൈനും വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അൾട്ടിമേറ്റ്ലി കസ്റ്റമർ ലുക്കിംഗ് അറ്റ് സംബഡി ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ മണി, ഫോർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർ ദെയർ ഷെൽട്ടർ. ആ ഒരു റെസ്പോൺസിബിലിറ്റി 100% ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് കസ്റ്റമറെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ സെയിം, അതിൻ്റെ വേറൊരു ഭാഗം കൂടിയാണ്. ഇപ്പം നമ്മൾ സാറ് പറഞ്ഞല്ലോ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. കേരളത്തിലെ കസ്റ്റമർ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഒരു കസ്റ്റമറിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നോ എങ്ങനെയാണ് ഡിഫറെൻറ്റ്? അവരുടെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് ഡിഫറെൻറ്റ്? ഇതൊരു തെറ്റായിട്ടുള്ള ചോദ്യമാണ്. അത് ഹരത്തോട്ടെ അല്ല, ഞാനത് ഡിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ലോകത്തെല്ലായിടത്തും കസ്റ്റമർക്ക് ഒരു സ്വഭാവമുള്ളൂ. അത് ഞാനൊരു കസ്റ്റമറാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ സ്പെക്സ് വാങ്ങിക്കുന്നു, ഞാൻ വാച്ച് വാങ്ങിക്കുന്നു, ഞാൻ ഷർട്ട് വാങ്ങിക്കുന്നു, ഇതൊക്കെ ഞാനും ഒരു സ്ഥലത്ത് വാങ്ങിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ സ്വഭാവമില്ലേ ഒരു കസ്റ്റമർ എന്നുള്ള എൻ്റെ സ്വഭാവം എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലാറ്റ് മേടിക്കുന്ന ആൾക്കാരെ പോലെ തന്നെയാണ്.
ഒരാൾക്കും വ്യത്യാസമില്ല. കസ്റ്റമർക്ക് ഒരു സ്വഭാവമുള്ളൂ ലോകത്ത്. കസ്റ്റമറുടെ സ്വഭാവം എന്ന് വെച്ചാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് അവർ മുടക്കുന്ന പണത്തിനുള്ള മൂല്യം ഉണ്ടാവണം, അതിനുള്ള സർവീസ് കിട്ടണം, ശരിയല്ലേ? അവരുടെ എക്സ്പെക്റ്റേഷൻസ് ലെവൽസ് മീറ്റ് ചെയ്യണമെന്ന് അവർ ഒരിക്കലും ആവശ്യപ്പെടില്ല. പക്ഷേ നമ്മൾ പ്രോമിസ് ചെയ്ത് ഡെലിവറി ചെയ്യപ്പെടണം. അതാണ് കസ്റ്റമറുടെ ഒരു മിനിമം റിക്വയർമെൻറ്റ്. വാട്ട് എവർ യു പ്രോമിസ് ഇറ്റ് ഹാസ് ടു ബി ഡെലിവേർഡ്. അത് കസ്റ്റമറുടെ ഒരു മിനിമം അവകാശമാണ്. കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് ചിലപ്പോൾ പക്ഷേ അവരെ കൂടുതൽ സന്തുഷ്ടരാകുമായിരിക്കും. പക്ഷേ വാട്ട് എവർ യു പ്രോമിസ് ഇറ്റ് ഹാസ് ടു ബി ഡെലിവേർഡ്. പ്രോമിസ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതി തന്നില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയാൽ മതി. കസ്റ്റമർക്ക് തോന്നിയാൽ മതി. ഞാനിപ്പോൾ ഒരു റോളക്സിൻ്റെ വാച്ച് മേടിക്കുന്ന സമയത്ത് എനിക്കൊരു തോന്നലുണ്ട്, ഈ വാച്ച് എപ്പോഴും ഒരു മെയിൻ്റനൻസും ഇല്ലാണ്ട് എൻ്റെ കയ്യിൽ ഒരു 25 കൊല്ലം ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പരസ്യത്തിൽ പറയുന്നില്ലല്ലോ 25 years നിങ്ങളുടെ കയ്യിൽ ഒരു കേട് കൂടാണ്ട് ഈ വാച്ച് കിടക്കും എന്നൊന്നും റോളക്സ് പറയുന്നില്ലെങ്കിലും പീപ്പിൾ ബിലീവ് ദാറ്റ് വേ, അല്ലെങ്കിൽ പീപ്പിൾ എക്സ്പെക്ട് ദാറ്റ് വേ. ആ എക്സ്പെക്റ്റേഷൻ ഒരു മീറ്റ് ചെയ്തില്ലെങ്കിൽ കസ്റ്റമർ പാനിക്കോ, ശരിയല്ലേ? അത് എത്ര വലിയ പ്രൊഡക്റ്റ് ആണെങ്കിലും എത്ര ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിലും ദേ എക്സ്പെക്ട് സം സോർട്ട് ഓഫ്. ആ എക്സ്പെക്റ്റേഷൻ ലെവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ആ എക്സ്പെക്റ്റേഷൻ ലെവൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ ബ്രാൻഡിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ്. ആ ബ്രാൻഡ് വർഷങ്ങളായിട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളെ പറ്റിയിട്ടുള്ളൊരു ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻ കസ്റ്റമർ മനസ്സിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ചോദിക്കും, ഓ നിങ്ങൾ അസറ്റ് ഹോംസ് അല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ ചോദിക്കാൻ പോയിക്കാൻ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യു ആർ നോട്ട് മീറ്റിംഗ് ദ എക്സ്പെക്റ്റേഷൻ ലെവൽ ഓഫ് ദ കസ്റ്റമർ എന്നുള്ളതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, യു പ്രോമിസ് ഓൺലി വാട്ട് യു ക്യാൻ ഡെലിവർ ആൻഡ് യു ഡെലിവർ വാട്ട് യു പ്രോമിസ്. ഇത് മാത്രമേ ഉള്ളൂ റിയൽ എസ്റ്റേറ്റിൻ്റെ അടിസ്ഥാന തത്വം. കാരണം ഇതിനകത്ത് മറ്റുള്ള പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് നമ്മളൊരു ബ്രോഷറിൻ്റെ പിൻബലത്തിൽ വെക്കുന്നതാണ് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ വരച്ചു വെച്ചൊരു പ്ലാൻ്റെ പിൻബലത്തിൽ വെക്കുന്നതാണ്. അവിടെ കസ്റ്റമറും പ്രതീക്ഷിക്കുകയാണ് ഇന്ന പോലേക്ക് ആവും, ഇന്ന പോലേക്ക് ഇത് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് അവർ അഡ്വാൻസ് തരുന്നത്. അല്ലാതെ ഒരു റെഡി ടു ഓക്യുപ്പൈ യൂണിറ്റ് വന്നിട്ട് കണ്ടിഷ്ടപ്പെട്ടിട്ടല്ല ഒരു പേയ്മെൻറ്റ്. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ സാഹചര്യത്തിൽ ഇതെപ്പോഴും ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേറ്റഡ് പ്രോഡക്റ്റ് വാല്യൂ ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു റിസ്കി ഇൻവെസ്റ്റ്മെൻ്റാണ്. അവരുടെ ഹാർഡ് ഏൺ മണി ഒരു വലിയ തുക നിങ്ങളുടെ ഒരു ബ്രോഷറോ ഒരു കോൺസെപ്റ്റിൻ്റെ ഇത് ധൈര്യത്തിൽ ആ ബ്രാൻഡിൻ്റെ ധൈര്യത്തിൽ തരികയാണ്. സോ ദാറ്റ്സ് എ ബിഗ് ലീപ്പ് ഫോർവേഡ്. നൗ കമ്മിങ് ടു ദ ഫാക്ട് അഗെയിൻ സെൻറ്ററിങ് ഓൺ കസ്റ്റമേഴ്സ് ഓൺലി. സർ നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യമായിരുന്നു, ഐ തിങ്ക് വി ടോക്ഡ് അബൌട്ട് മൾട്ടിപ്പിൾ വേർട്ടിക്കൽസ്, റൈറ്റ്? കസ്റ്റമർ സെൻട്രിക് വേർട്ടിക്കൽസ് ദാറ്റ് യു ഹാവ് ക്രിയേറ്റഡ്, അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്? ഈ രണ്ട് രീതിയിലാണ് ഒരു പുതിയ വെർട്ടിക്കൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന് സോഷ്യൽ നീഡാണ്. സോഷ്യൽ നീഡ്, സാമൂഹികമായിട്ടൊരു ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആവശ്യത്തെയാണ് എപ്പോഴും എല്ലാവരും അഡ്രസ്. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സോഷ്യൽ നീഡിനെയാണ് അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം. കറക്റ്റ് അല്ലേ? ഇപ്പോൾ എന്തിനാണ് ഈ കപ്പ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാനായിട്ടൊരു മാർഗം, ആ പർപ്പസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറുന്ന ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് പല പല സോഷ്യൽ നീഡ്സ് ഉണ്ട്. ആ സോഷ്യൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഷെൽട്ടേഴ്സ് ഉണ്ടാവേണ്ട ആവശ്യമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊക്കെ കോളേജിലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടെയാണ്. 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു ത്രില്ലെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ താമസിക്കാം എന്നുള്ളതാണ്. ആണല്ലോ. എന്തുകൊണ്ട് ഹോസ്റ്റലിൽ താമസിക്കാം? സമപ്രായക്കാരായിട്ടുള്ള മറ്റ് ഫ്രണ്ട്സിനോട് താമസിക്കാം, റൂം ഷെയർ ചെയ്യാം. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. സോ വി ആക്ച്വലി വാണ്ട് ടു എൻജോയ് ഇറ്റ്, ആണല്ലോ. ഇന്ന് ഇപ്പോൾ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്, യു ഗെറ്റ് എ റൂം മേറ്റ്, യു ഹാവ് ടു സ്റ്റേ വിത്ത് ദം എന്ന് പറയുമ്പോൾ അവർ നെറ്റി ചിലപ്പോൾ ഒന്ന് ചുളിയും. അതിൻ്റെ കാരണം വെച്ചാൽ ദേ തിങ്ക് എൻ്റെ പ്രൈവസി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എൻ്റെ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഏത് തരത്തിലുള്ള ഫ്രണ്ടായിരിക്കും എൻ്റെ അടുത്ത് വരാൻ പോകണം എന്നുള്ള അവരെ ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുത്തുന്നുണ്ടോ. അവർക്ക് ഫ്രണ്ടിനെ റൂമിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ, അതോ ഇനി ലോട്ടെടുത്ത് വരുന്ന ആളായിരിക്കുമോ, ഇതൊരു ഒത്തുപോകാൻ പറ്റുമോ, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ കൊണ്ട് അതൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ വിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? അവിടെയാണ് ഈ സ്റ്റുഡൻറ് ഹൗസിംഗ് വന്നത്. ഞാൻ ബാംഗ്ലൂർ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ എറണാകുളത്ത് കയറുന്നുണ്ട്. ഞങ്ങൾ പെടപ്പള്ളി ചെയ്ത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ പ്രോജക്റ്റ് ഇൻഫോ പാർക്കിനടുത്ത് വരുന്നുണ്ട്. സ്റ്റുഡൻറ് ഹൗസിംഗ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ചാൽ സിംഗുലാർ ലിവിംഗ് ആണ്. അതായത് ഒരാൾ ബാച്ചിലറായിട്ടിരിക്കുന്ന ഒരു കാലത്ത് അയാൾക്ക് സുരക്ഷിതമായിട്ടും പ്രൈവറ്റായിട്ടും ജീവിക്കാവുന്ന ഒരു സ്ഥലം, ഒരാൾക്ക് താമസിക്കാനുള്ള വീടാണ് ഉദ്ദേശിക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കും? 96 സ്ക്വയർ ഫീറ്റ്. അതിനൊരു പേരുണ്ടല്ലോ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സെൽഫി നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ഫോട്ടോ അല്ലേ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള വീടാണ് സെൽഫി ഹോംസ്. അപ്പോൾ ഈ സെൽഫി ഹോംസിനകത്ത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ വെറും 96 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും അയാൾക്ക് ഒറ്റയ്ക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ മോർണിംഗ് ഡേ ടൈമിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാം, ഓഫീസായിട്ട് ഉപയോഗിക്കാം, രാത്രി അത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് ചെറിയ പാൻട്രി ഉണ്ട്, ചെറുതായിട്ട് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്.
അതിനകത്ത് വാഷിംഗ് മെഷീനുണ്ട്, ബാത്റൂമുണ്ട്, സ്റ്റോറേജ് സ്പേസ് മുഴുവനുണ്ട്, ഇൻക്ലൂഡിങ് സൂട്ട് കേസ് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ യു ബ്രിങ് ദ ഡ്രസ് ഇൻ അവർ സൂട്ട് കേസ് ആൻഡ് സ്റ്റേ ദെയർ. അപ്പോൾ അതിന് ബയോമെട്രിക് ലോക്സ് ആണ്, അപ്പോൾ സേഫ്റ്റി ഉണ്ട്, പ്രൈവസി ഉണ്ട്. പ്രത്യേകിച്ച് വർക്കിംഗ് കാറ്റഗറി ഫസ്റ്റ് ജോബ് കിട്ടുന്ന ആൾക്കാർക്ക് വളരെ സേഫായിട്ടും സുരക്ഷിതമായിട്ടൊക്കെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതൊരു സോഷ്യൽ നീഡിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു സാധാരണ റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റ് അല്ല അത് ഇറ്റ് ഈസ് മെൻ ഫോർ സം പീപ്പിൾ ഓൺലി, സം കാറ്റഗറി ഓഫ് പീപ്പിൾ ഓൺലി. അതൊരു വെർട്ടിക്കലാണ്. വേറൊരു റെലവൻറ്റ് വെർട്ടിക്കലാണ് അഫോർഡബിൾ ഹോംസ് എന്ന് പറയുന്നത്. അഫോർഡബിൾ ഹോംസിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അഫോർഡബിൾ ഹോംസിൻ്റെ ആർക്കിടെക്ചറോട്ട് മറ്റുള്ള പ്രോജക്റ്റുള്ള ആർക്കിടെക്ചറിനേക്കാളും വ്യത്യാസമുണ്ട്. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആണല്ലോ. അപ്പോൾ എവിടെയൊക്കെ കോസ്റ്റ് എഫക്റ്റീവ്, ഡിസൈനിൽ കോസ്റ്റ് എഫക്റ്റീവ് ആവും. സോ യു ടു റിപ്പീറ്റ് ദ മോഡൽ, റൈറ്റ്. അതുപോലെ കൺസ്ട്രക്ഷനിൽ കോസ്റ്റ് എഫക്റ്റീവ് ആവണം. ദെൻ യു ഹാവ് ടു ബി എഫക്റ്റീവ് ഓൺ മെയിൻ്റനൻസിൽ എഫക്റ്റീവ് ആവണം. സ്റ്റാറ്റ്യൂട്ടറി ഗവൺമെൻറ് ടാക്സേഷനകത്ത് നമ്മൾ എഫക്റ്റീവ് ആവണം. അങ്ങനെ പല ആസ്പെക്റ്റിൽ എഫക്റ്റീവ് ആയാലേ ഒരു വീട് കോസ്റ്റ് എഫക്റ്റീവ് ഹോം ആവുള്ളൂ. നമ്മളൊരു അഫോർഡബിൾ ഹോമിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സേഫ്റ്റി ഒരു കൺസേൺ ആണോ? ഹൗ ഡു യു എൻഷുർ ദാറ്റ് വാട്ട് എവർ ഹോം യു ആർ ടേക്കിംഗ് വിച്ച് ഇസ് എൻ അഫോർഡബിൾ ഹൗസിംഗ് അത് സേഫ് ആണ്? വാട്ട് ഇസ് ദ അതായത് കേരളത്തിന് ഒരു അഫോർഡബിൾ ഹൗസിംഗ് കൾച്ചറുണ്ട് ശരിക്കും. നമ്മളൊരു കുറച്ച് നാൾ പുറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലാറി ബേക്കറുടെ കാലം മുതലോ ശങ്കർ സാറിൻ്റെയൊക്കെ ഡിസൈൻസൊക്കെ മുതൽ കേരളം കാണിച്ചിരുന്ന ഒരു അഫോർഡബിലിറ്റി ഉണ്ട്. ആ അഫോർഡബിലിറ്റി ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ലക്ഷറി ഇല്ലാണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ആവശ്യമായിട്ടുള്ള അവിടെ സേഫ്റ്റിക്ക് കോംപ്രമൈസ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ലാൻഡ്സ്കേപ്പിനകത്ത് ചെമ്പരത്തി നടുന്നതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ അതിനെ എങ്ങനെ ലളിതവൽക്കരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ബോധത്തോടു കൂടിയിട്ട് നമ്മൾ എല്ലാ ആസ്പെക്റ്റിലും ഇടപെടുമ്പോൾ, ഇൻക്ലൂഡിങ് ലാൻഡ് വാല്യൂ മുതൽ ഇടപെടുമ്പോൾ, അതിൽ ബിൽഡിംഗ് റൂളിൻ്റെയും മറ്റുള്ള കാര്യത്തിൻ്റെയും എല്ലാം ഉള്ളൊരു കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നാച്ചുറലായിട്ട് പ്രൈസിൽ വലിയ കുറവ് വരും. ഈ പ്രൈസിലെ കുറവ് കേരളം കണ്ടിരുന്നത് ഒരു റെസ്പെക്റ്റോടെയാണ്. ഒരു കാലഘട്ടത്തിൽ അഫോർഡബിൾ ഹൗസിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ശങ്കർ സാറിൻ്റെ പോലത്തെയോ അല്ലെങ്കിൽ ലാറി ബേക്കറിൻ്റെ പോലത്തെ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരൊന്നും ആയിരുന്നില്ല, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതായത് ധനം ധൂർത്തടിക്കാതെ വേസ്റ്റാക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് അപ്രോച്ച് ലൈഫിനോടുള്ള പല ആൾക്കാരും. എൻ്റെ കോളേജിൽ പഠിപ്പിച്ച മിക്ക പ്രൊഫസർമാരും താമസിച്ചിരുന്നത് അത്തരം വീടുകളിലാണ്. അപ്പോൾ അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റായിട്ടല്ല, ബട്ട് ദേ റെസ്പെക്ട് ദ വാല്യൂ ഓഫ് മണി. അപ്പോൾ അത്തരം ഒരു ലൈഫ് കൾച്ചർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ അഗെയിൻ ക്വസ്റ്റ്യൻ റെലവൻ്റ് ആവുകയാണ്. സേഫ്റ്റി മീൻസ് പേഴ്സണൽ സേഫ്റ്റി അല്ല, ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി, സ്ട്രക്ചറൽ സേഫ്റ്റി. ആ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അഫോർഡബിൾ അല്ലാണ്ടായി പോകും. അപ്പോൾ വാട്ട് വി ഡിഡ് ഈസ് നമ്മൾ ഈ അഫോർഡബിൾ ഹൗസിംഗ് കാറ്റഗറിയിൽ ഏതെല്ലാം പാരാമീറ്റേഴ്സിനെ കൃത്യതയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു അഫോർഡബിൾ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ കണ്ടുപിടുത്തമാണ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന അസ്റ്റോംസിൻ്റെ സീരീസ്. അപ്പോൾ ഈ ഡൗൺ ടു എർത്ത് സീരീസിനകത്ത് ഞങ്ങൾ ചെയ്യുന്നത് അവിടെയും ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടഡ് പ്ലാന്റ് ഒന്നും കാണാൻ പറ്റില്ല. യു വിൽ സി ഓൺലി ദി റിലവൻ നാട്ടിലുള്ള കൊന്നയും ചെമ്പരത്തിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതിനകത്ത് ഫ്ലോറിങ്ങിനകത്തും അതിൻ്റെ പെയിൻറ്റിങ്ങിനകത്തും അതിൻ്റെ എക്സ്റ്റേണൽ എലിവേഷനിലും അതിൻ്റെ ഫീച്ചേഴ്സിലും എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മിനിമലിസം. ആ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് ഡൗൺ ടു എർത്ത് പ്രോജക്റ്റുകളുടെ ഒരു മുഖമുദ്ര. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു യങ് ഒരു ഫാമിലി മോസ്റ്റ്ലി ആദ്യത്തെ വീട് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അസറ്റ് എന്നുള്ള ബ്രാൻഡ് ഓൺ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വീട്ടിൽ താമസിക്കാൻ പറ്റും. അവിടെ ഞങ്ങൾ മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂ കണക്കിലെടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവില്ല, കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ GST നോംസ് ഉണ്ട്. GST നോംസിൽ പർട്ടിക്കുലർ പ്രൈസിന് താഴെയാണെങ്കിൽ വേറൊരു സ്ലാബാണ്, ലോവർ സ്ലാബാണ്. അപ്പോൾ ആ പ്രൈസ് ആ ബ്രാക്കറ്റിൽ നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ട്രൂലി 360 ഡിഗ്രി അഫോർഡബിൾ ആയിട്ടുള്ള വീട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള കാറ്റഗറി. ഈ ലക്ഷറിയസ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നമുക്ക് ലിമിറ്റൊന്നുമില്ല. യു ഹാവ് ടു ബി എന്താ പറയുക, എല്ലാ ആസ്പെക്റ്റിനകത്തും അതൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം റേറ്റഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്ന എക്സോട്ടിക്ക സീരീസ് ഉണ്ട്. അടുത്തൊരു സീരീസാണ് സീനിയർ ലിവിങ് എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാ സീരീസ് കഴിഞ്ഞാലും അവസാനം വരുമ്പോൾ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ യു നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഹൗസസ്. അതായത് ഒരാളുടെ പ്രായം മാറുന്നതിനനുസരിച്ചിട്ട് സ്വഭാവം മാറുന്ന വീടുകൾ വേണ്ടി വരും. ഒരു 55 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ താമസിക്കുന്ന വീട് ഒരു എൽഡർ ഫ്രണ്ട്ലി വീടാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ തെന്നി വീഴുന്ന സ്ഥലങ്ങളുണ്ടാവാൻ പാടില്ല, ശരിയല്ലേ? അപ്പോൾ അതേപോലെ ഒരു 90 വയസ്സെത്തുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു അസിസ്റ്റഡ് ലിവിങ് ഹോമായി മാറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സീനിയർ ലിവിങ് ഹോമിനെ അസിസ്റ്റഡ് ലിവിങ് ഹോമായിട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസൈൻ മാറ്റാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ 55-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിലൊരാൾ താമസിക്കുന്നൊരു വീട്
വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കണം, അതിൽ സ്ലോപ്സ് ഉണ്ടാവും, അതിൽ സ്റ്റെപ്പ് ഡൗൺസ് ഉണ്ടാവാൻ പാടില്ല, പാടില്ല. അതിനകത്ത് ബാത്റൂമിൽ വരെ വീൽ ചെയർ പോകുന്നൊരു സൗകര്യം ഉണ്ടാവണം, ഗ്രാബ് റെയിൽസ് ഉണ്ടാവണം, നല്ല സെക്യൂരിറ്റി ഉണ്ടാവണം. അവരുടെ റിക്വയർമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മാറിക്കൊണ്ടിരിക്കുന്ന റിക്വയർമെൻറ്റുകളെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ബാക്കപ്പ് ഉണ്ടാവണം. ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനകത്ത് പോലും അത്തരം ബാക്കപ്പുകൾ നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് സീനിയർ ലിവിങ് ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 5ാമതൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നേരത്തെ നമ്മൾ എക്സോട്ടിക്ക കാറ്റഗറിയുടെ ഏറ്റവും ഹൈ എൻഡ് മോഡലാണ്. അത് NRI പോപ്പുലേഷനോ തിരിച്ചു വരുന്ന ആൾക്കാർ? NRI പോപ്പുലേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിലും അത് വാങ്ങിക്കാനായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കുറേ കൂടെ വലിയ ഫോർമാറ്റിലുള്ള ലാർജ് ഫോർമാറ്റ് ഹൗസസാണ്, മേ ബി 4000-5000 സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ വീടുകൾ. ആ വീടുകളിൽ ആക്ച്വലി ദേ നീഡ്, അത് കമ്മ്യൂണിറ്റി ലിവിങ് തന്നെയാണ്, ബട്ട് ദേ നീഡ് ചിലപ്പോൾ കുക്കിംഗ് അസിസ്റ്റൻസ് വേണ്ടി വരും, ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി അസിസ്റ്റൻസ് വേണ്ടി വരും, ഡ്രൈവർ അസിസ്റ്റൻസ് വേണ്ടി വരും. കുറച്ച് ദിവസത്തേക്ക് മാത്രം വരുന്ന NRIസിന് അതിന് വേണ്ടി മാത്രമായിട്ട് 365 ദിവസം ആൾ നിർത്താൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രൊഫഷണൽ സർവീസ് വേണ്ടി വരും. അപ്പോൾ അത്തരം പ്രൊഫഷണൽ സർവീസുകളെല്ലാം കൊടുക്കാനായിട്ട് വാട്ട് വി ഹാവ് ഡൺ ഈസ്, ഞങ്ങളും CGH എർത്ത് ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട് വി ഹാവ് ക്രിയേറ്റഡ് എ ന്യൂ കമ്പനി, ആൻഡ് ദാറ്റ് കമ്പനി വിൽ ക്രിയേറ്റ് ഓൺലി ദാറ്റ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് വെയർ ദേ ഗെറ്റ് ദ സർവീസ് എക്സ്പീരിയൻസ് ഓഫ് കാസിനോ. കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്നത് അവിടെ. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദിസ് ഫ്രം എ ബിസിനസ് ഓർ എ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂ, എത്ര വലിയ മാർക്കറ്റാണ് ഫോർ ദി ഹയസ്റ്റ് എൻഡ് സ്പെക്ട്രം ഓഫ്, ഇപ്പോൾ ഒരു 100% എത്ര ശതമാനമായിരിക്കും ഫോർ ദ ഹൈ? കുറവായിരിക്കും, വളരെ ചെറിയ പെർസെൻറ്റേജ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഞങ്ങളുടെ 33 പ്രോജക്റ്റ് ഓൺഗോയിങ് പ്രോജക്റ്റിനകത്ത് 2 പ്രോജക്റ്റാണ് ഈ കാറ്റഗറിയിലുള്ളത്. പിന്നെ എക്സോട്ടിക്കയിലാണ്. പിന്നെ എക്സോട്ടിക്കയില്. അപ്പോൾ ഈ പെർസെൻറ്റേജിൽ കാര്യമില്ല, പക്ഷേ വാല്യൂ വിൽ ബി ഹൈ. കാരണം അതിനകത്ത് ഒരു യൂണിൻ്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 കോടി രൂപയോളം വരുമായിരിക്കും. അപ്പോൾ പക്ഷെ അതെന്ന് വെച്ചാൽ അവിടെയും ഞാൻ പറഞ്ഞ പോയിന്റ് റിലവൻ്റ് ആണ്. ഇസ് ഇറ്റ് വാല്യൂ ഫോർ മണി? 5 കോടി മുടക്കുന്ന ആൾക്ക് അതിനുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡുകളെല്ലാം അതുപോലത്തെ ബ്രാൻഡുകളാണോ? അതിൻ്റെ സർവീസബിലിറ്റി എത്രത്തോളം നല്ലതാണ്, ഫങ്ഷണാലിറ്റി എത്രത്തോളം, അൾട്ടിമേറ്റ്ലി വാട്ട് കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി യു ക്രിയേറ്റ്. അവിടെ ഒരു 30 ഫ്ലാറ്റുണ്ടെങ്കിൽ 30 ഫ്ലാറ്റുകാരും ഏത് ടൈപ്പ് ആൾക്കാരാണ്? അവരെല്ലാം ഒരേപോലത്തെ ആൾക്കാരാണോ? എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന, അവിടെയാണ് പ്രശ്നം. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. കാരണം അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റിനകത്ത് 30 ഫാമിലി ഉണ്ടെങ്കിൽ 30 ഫാമിലിയും ഫ്രണ്ട്സൊന്നും ആവണമെന്നില്ല, ബട്ട് ഒരു അക്വൈൻറ്റൻസ് ഉണ്ടാവും, ഒരു കമറാഡറി ഉണ്ട്. ആ കമറാഡറി ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കണം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ക്ലയൻറ്റ് സെലക്ഷൻ, അപ്പോൾ എന്താ നമ്മൾ ആ കാറ്റഗറിയിൽ നമ്മൾ വീടല്ല പണിയാണ്. ആക്ച്വലി വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് വി ആർ ക്രിയേറ്റിംഗ് എ ഗുഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള തോന്നൽ, അതിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന ആർക്കിടെക്റ്റ് മുതൽ, അത് വിൽക്കുന്ന സെയിൽസ്മാൻ മുതൽ, അതിന് സർവീസ് ചെയ്യുന്ന കസ്റ്റമർ സർവീസിലെ പേഴ്സൺ മുതൽ, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയർ വരെ ഉണ്ടായാൽ മാത്രമേ ആ കോൺസെപ്റ്റ് ചെയ്യുകയുള്ളൂ. നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്ലാൻ വരയ്ക്കുകയാണെന്ന് പറഞ്ഞ ഉത്തരവല്ല കിട്ടേണ്ടത്. ഐ ആം ക്രിയേറ്റിംഗ് ദ മോസ്റ്റ് ലക്ഷറിയസ് അല്ലെങ്കിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ക്രിയേഷൻ്റെ ഡ്രോയിങ് ആണ് ചെയ്യണമെന്ന് പറയാൻ തോന്നണം. ആ ബ്രീഫ് കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സീനിയർ ലിവിങ് സ്പേസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിലൊരു കുറേ ചാലഞ്ചസ് എനിക്ക് തോന്നാറുണ്ട്. സാറിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് Young at Heart. I like the title. And 2029 you are handing over the project completely. And ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഞാൻ തിരുവല്ലയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കാൻ കുറേ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അനങ്ങുന്നില്ല രണ്ടുപേർക്കും ആ ലാൻഡിനോടും അവിടെയുള്ളൊരു ചെറിയ എക്കോസിസ്റ്റം, ആ കമ്മ്യൂണിറ്റി, അവിടുത്തെ ഒരു എൻവയൺമെൻറ്റ് ഒന്നും മാറാൻ ഭയങ്കര പ്രയാസമാണ്. ടു റീലൊക്കേറ്റ് പീപ്പിൾ ഫ്രം ദെയർ ലാൻഡ്, ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നൊന്ന് പ്ലക്ക് ഔട്ട് ചെയ്യാൻ ഒരു ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് തോന്നിയിട്ടുണ്ടോ? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ലൈക്ക്? അതെന്താ അറിയോ, അവർക്കൊരു നീഡ് വരാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സീനിയർ ലിവിങ് ഹോമിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റാണ് അത്. അവിടെ സാധാരണ രീതിയിൽ റിയൽ എസ്റ്റേറ്റിൽ ആദ്യത്തെ ചോയ്സ്, ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. ഇപ്പോൾ കണ്ണൂർ മാത്രം പേരുള്ള ഒരാളോട് എറണാകുളത്ത് ഫ്രീ ആയിട്ട് ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞാൽ പോലും വരില്ല. വൈ ദേ ഷുഡ് കം? കാരണം അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയാണ്. അവരുടെ അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ ഈവൻ മിൽമ ബൂത്ത് പോലും ആൾക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? പക്ഷേ സീനിയർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു അനദർ ഏജ് ഗ്രൂപ്പിലേക്ക് കടന്നുള്ള ബോധ്യം ആദ്യം അവർക്കുണ്ടാവണം. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സർവീസാണ്. വാട്ട് കൈൻഡ് ഓഫ് സർവീസ് നീഡ് എന്നുള്ളതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആ സർവീസസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരിവിടേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇല്ലാത്തൊരു സമയത്ത്, അങ്ങനത്തെ ഒരു തോന്നൽ അവർക്ക് ഇല്ലാത്തൊരു സമയത്ത് എറണാകുളത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ തിരുവല്ലയിൽ നിന്ന് ആരും വരില്ല, മനസ്സിലായില്ലേ? വേറസ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടതെന്നും ഡിപ്പെൻഡൻ്റ് ആയി കഴിയുമ്പോൾ അത് വേറൊരു ആക്ടിവിറ്റി ആണെന്നുള്ളതുപോലെ ബോധ്യം വരുമ്പോഴേ
ആൾക്കാർ ഇതിലേക്ക് വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് സീനിയർ ലിവിങ് പ്രോജക്റ്റുകൾക്ക് ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഹൂ ഈസ് ഗോയിങ് ടു കെയർ യു, വാട്ട് കൈൻഡ് ഓഫ് സർവീസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് അറ്റ് വാട്ട് പ്രൈസ് എന്നുള്ളത് മാത്രമാണ് റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ലൊക്കേഷൻ ഇഷ്യൂ പ്രോപ്പർലി പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ സീനിയർ ലിവിങ് ഹോംസിന് ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റിയാണ്. ഇപ്പോൾ അസറ്റ് ഹോംസ് ആണ് സർവീസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരാൾ മേടിക്കില്ല. കാരണം ഞങ്ങൾക്ക് അതിനകത്തുള്ള റിലവൻ്റ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. വി ഡോണ്ട് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് എൽഡർലി പീപ്പിൾ. അതുകൊണ്ട് തന്നെയാണ് വേൾഡിലെ ഏറ്റവും മികച്ച കൊളംബിയ പസഫിക് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കൊളംബിയ പസഫിക് പോലുള്ള വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ ഒരുപാട് പേര് സീനിയർ ലിവിങ് ഹോംസായിട്ട് താമസിക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഒരു 70-80 ഇയേഴ്സായിട്ട് US ഒരുപാട് ടൗണുകളിൽ അവർ ഈ സർവീസ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൽ അവരുടെ എക്സ്ക്ലൂസീവ് പാർട്ണർഷിപ്പ് അസറ്റ് ഹോംസായിട്ട്. അപ്പോൾ ആ സീനിയർ ലിവിങ് ഹോമുകളിൽ ലോകത്തെവിടെയുമുള്ള പ്രായമായ ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു പരിരക്ഷയും ഒരു പരിചരണം ഉണ്ടല്ലോ, അത് കേരളത്തിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് പുത്തവും ബോധ്യമുണ്ട്. കാരണം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അതിൽ വളരെ പ്രൊഫഷണലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു കാര്യം പല രീതിയിൽ ചെയ്യാമല്ലോ, പക്ഷേ അതിന് ഒരു ശരി രീതിയുണ്ടോ? ആ ശരി രീതി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വേണം ഈ പ്രായത്തിൽ താമസിക്കാൻ. വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീനിയർ ലിവിങ് ഹോമിലേക്ക് വരുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിയർ ലിവിങ് ഹോം മാത്രമാണ്. ഒരു 55-60 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു സീനിയർ ലിവിങ് ഹോം മാത്രമാണ്. അത് പിന്നീട് ഒരു എൽഡർ ഫ്രണ്ട്ലി ഹോമോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമോ അതും അല്ലെങ്കിൽ ഒരു അസിസ്റ്റഡ് ലിവിങ്ങോ അതല്ലെങ്കിൽ ഒരു കെയർ ഹോമോ ഒരു ഡിമെൻഷ്യ കെയർ ഹോമോ അങ്ങനെയൊക്കെ ആയിട്ട് മാറാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഡേയിൽ ആ ഒരു അസിസ്റ്റൻസ് എനിക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ലഭിക്കില്ല. അപ്പോൾ അത് ലഭിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഫോർസി യുവർ നെക്സ്റ്റ് 20 years. അടുത്തൊരു 20 കൊല്ലത്തേക്കുള്ള ദൂരക്കാഴ്ചയിൽ ആൾക്കാർ കാണാൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കുക. കാരണം ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടാണ്, 20 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്യും? സോ യു നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് അസിസ്റ്റൻസ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റുകൾ ഇപ്പോൾ ഞങ്ങൾ പണിയുന്ന ആക്റ്റീവ് ലിവിങ് സീനിയർ ലിവിങ് ഹോമുകളൊന്നും തന്നെ അസിസ്റ്റഡ് ലിവിങ് സ്ഥലങ്ങളല്ല. ഇത് എല്ലാം ഒരു വ്യത്യാസമുണ്ടല്ലേ സർ? ക്വിക്ക്ലി ക്യാൻ യു ജസ്റ്റ് ഗിവ് മീ എ ബ്രീഫ് ഐഡിയ അബൌട്ട് വാട്ട് ആർ ദ കൈൻഡ് ഓഫ് സീനിയർ ലിവിങ്? അതായത് ഞങ്ങളിപ്പോൾ കാണുന്ന ഒരു 2 ചലഞ്ചസ്, ഈ സീനിയർ ലിവിങ് ഹോംസിന് 2 ചലഞ്ചുള്ളത്. ഒന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ആർക്കിടെക്ചർ ശരിയല്ലാത്തതാണ്. പല സീനിയർ ലിവിങ് ഹോമുകളുടെയും ആർക്കിടെക്ചർ അതിന് കമ്പാറ്റബിൾ അല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ പലതും നമ്മളെ എക്സിസ്റ്റിംഗ് വീടുകൾ റീമോഡൽ ചെയ്തിട്ടും എക്സിസ്റ്റിംഗ് വീടുകളെ തന്നെ സീനിയർ ലിവിങ് ഹോമായിട്ട് മാറ്റിയിട്ടുള്ള സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. പല സ്ഥലങ്ങളിലും എക്സിസ്റ്റിംഗ് ഫ്ലാറ്റുകൾ തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി ഡിസൈൻ ഫോർ ദാറ്റ് പർപ്പസ്. അതാണ് ആദ്യത്തെ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ്. പ്രൊഫഷണലായിട്ട് അതിൻ്റെ സർവീസ് ബാക്കപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ ട്രെയിൻഡ് സർവീസ് ഉള്ളവരോ അല്ല ഈ കാര്യം ചെയ്യാനായിട്ട് വരുന്നത്. പലരുടെ എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമാണ്. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് റെസ്റ്റോറൻറ്റ് നടത്തി അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസ് നടത്തി പരിചയമുള്ളതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് എ സീനിയർ ലിവിങ് ഹോം എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് സീനിയർ ലിവിങ് ഹോമിൽ 5 പ്രാവശ്യം ഫുഡ് കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റുന്നുള്ള ധരിക്കുകയാണ്. ഞാനതിനെ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതല്ല സീനിയർ ലിവിങ് ഹോം. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ആയുർവേദ ഫീൽഡുമായിട്ട് വലിയ ബന്ധമുണ്ട്, ഞങ്ങൾ മസാജ് പാർലർ നടത്താറുണ്ട്, സ്പാ നടത്തുന്നുണ്ട്. സീനിയർ ലിവിങ് ആൾക്കാർക്ക് ചിലപ്പോൾ അതൊക്കെ വേണമായിരിക്കും, പക്ഷെ അത് മാത്രമല്ല വേണ്ടത്. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ യൂണിയുടെ സർവീസ് ഏജൻസി ഹൂ ഈസ് ആക്ച്വലി പ്രൊഫഷണലി അവരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നൊരു സർവീസ് ഏജൻസി വേണം. അപ്പം അങ്ങനത്തെ ഒരു സർവീസ് ഏജൻസി ഉള്ള സ്ഥലത്തും ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ലൊക്കേഷൻ എവിടെ ആയിക്കഴിഞ്ഞാലും യു ഗെറ്റ് ദ സെയിം സർവീസ്. ഇനി ഒരു സർവീസ് ഏജൻസി മാത്രം പോരാ, അതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ, അതായത് ഒരു അസിസ്റ്റഡ് ലിവിങ് കാറ്റഗറിയിലേക്കോ കടക്കുന്ന ഒരാൾക്ക് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറോ എല്ലാം വേണ്ടി വരുമ്പോൾ അത് വേറൊരു ഫെസിലിറ്റിയാണ്. ആ ഫെസിലിറ്റി കൂടി നടത്താനായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം. അതായത് ആക്റ്റീവ് ലിവിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സർ ഉണ്ടാക്കുന്ന ആക്റ്റീവ് സീനിയർ ലിവിംഗ്. അപ്പോൾ ആക്റ്റീവ് വെച്ചാൽ നമുക്ക് ബേസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ മൊബൈലാണ്, നമുക്ക് മെഡിക്കേഷൻ ഒക്കെ ഉണ്ടാവുമായിരിക്കും, ഡോക്ടറെ ഉണ്ടാവുമായിരിക്കും, റൂട്ടീൻ ചെക്കപ്പ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളൊരു ബെഡ് റിഡൻ ആവുന്ന അല്ലെങ്കിൽ ഒരു വീൽ ചെയറും കുഴപ്പമില്ല, ഒരു നമുക്കൊരു അസിസ്റ്റൻസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള 3 മാസത്തേക്ക് ഒരു ടേക്ക് കെയർ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ആക്റ്റീവ് ലിവിങ് അതിന് ഫലപ്രദമാവില്ല. അപ്പോൾ അതിന് കൊളംബിയ പസഫിക്കിൻ്റെ കൈറ്റ്സ് എന്നുള്ള ഡിവിഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാക്കനാട്, എറണാകുളത്ത് കാക്കനാട് ഇപ്പോൾ കൈറ്റ്സിൻ്റെ
അസിസ്റ്റഡ് ലിവിങ് സെൻറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള എന്താ പറയുക കെയർ, അതായത് ഒരു പേഴ്സണൽ കെയറും അസിസ്റ്റൻസും വേണം ജീവിക്കാനെന്ന് വരുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഐ എം സേയിങ് ഈസ് യു നീഡ് എ കംപ്ലീറ്റ് സർക്കിൾ, ഒരു 360 ഡിഗ്രി സർവീസാണ്. ഒരു കാര്യം മാത്രമുണ്ട് എന്നുള്ളതുകൊണ്ട് അത് സീനിയർ ലിവിങ് ആവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഡയറക്ടറിൻ്റെ പാസിംഗ് അവയിൽ കുറേ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു അബൌട്ട് ഓൾഡ് ഏജ് ഹോംസ് ആൻഡ് കുട്ടികൾ അച്ഛനമ്മമാരെ ഓൾഡ് ഏജ് ഹോംസിൽ വെക്കാൻ പാടൂ. സോ വെൻ യു ടോക്ക് അബൌട്ട് സീനിയർ ലിവിങ് സ്പേസസ് ആൻഡ് ഓൾഡ് ഏജ് ഹോംസ്, ഇത് രണ്ട് സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് സർ കമ്പയർ ചെയ്യണത്? ഐ നോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്രം എ പേഴ്സൺസ് പെർസ്പെക്ടീവ്. അല്ല, ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഒരു സർവീസ് ഫെസിലിറ്റി പോലെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊരു സർവീസ് ഓർഗനൈസേഷൻസിൽ നടന്ന ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ട്. അത് ആ ഓൾഡ് ഏജ് ഹോമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സീനിയർ ലിവിങ് ഹോം എന്ന് പറയുന്നത്. ഞങ്ങളുടെ സീനിയർ ലിവിങ് ഹോം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് മുതൽ, അതിൻ്റെ ലൊക്കേഷൻ സെലക്ഷൻ മുതൽ, അതിൻ്റെ ഹോസ്പിറ്റൽ ടൈപ്സ് മുതൽ, അതിൻ്റെ സർവീസ് ഏജൻസി മുതൽ എല്ലാം വേൾഡ് ക്ലാസ് ആയിട്ടുള്ള വേറൊരു ഫെസിലിറ്റിയാണത്. ഓൾഡ് ഏജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് തന്നെയാണ്, കൺവെർട്ടഡ് വീടുകളെ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ആക്കി മാറ്റി സീനിയർ ലിവിങ്ങിനെ ഓൾഡ് ഏജ് ഹോമൊക്കെ ആയിട്ട് മാറ്റിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും അത് ആ സോഷ്യൽ നീഡിനെ അത് അഡ്രസ്സ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം അവിടെ ഉണ്ട്. അതായത് ഒരു വാല്യൂ ഇല്ല അവിടെ. ആ വാല്യൂ ക്രിയേഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രൊഫഷണൽസ് വരണം, അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവണം, അതിൻ്റെ എൻഡ് ടു എൻഡ്, അതിൻ്റെ തുടക്കം മുതൽ അത് റൺ ചെയ്യുന്ന സമയം വരെയും അത് റൺ ചെയ്യുന്ന രീതിയിൽ വരെ ഒരു കൃത്യത ഉണ്ടാവണം. അതുപോലെ ഈ കുട്ടികൾക്ക് പലപ്പോഴും അച്ഛനമ്മമാരുടെ അടുത്ത് താമസിക്കണം എന്ന് ആഗ്രഹം തോന്നും. അതായത് സിറ്റിയിൽ, കൊച്ചിയിലാണ് ഞാൻ, എൻ്റെ അച്ഛനും അമ്മയും കൊച്ചി തന്നെ സെറ്റിൽഡ് ആണ്, അവർക്കൊരു സീനിയർ ലിവിങ് സ്പേസ് ഉണ്ട്, ബട്ട് ഐ കെ നോട്ട് ലിവ് ഇൻ ദ സെയിം ബിൽഡിംഗ്. ഇസ് ഇറ്റ് അങ്ങനെ ഒരു? അല്ല, അത് നമ്മുടെ ഒരു സോഷ്യൽ സോഷ്യൽ ഇഷ്യൂ ആണ്. കാരണം രണ്ട് ടൈപ്പ് ആൾക്കാർ താമസിക്കാൻ പറ്റില്ല അവിടെ. ഒരു സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് അല്ല കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സീനിയേഴ്സ് ലിവിങ്ങിനകത്ത് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിനകത്ത് മുകളിലുള്ള ആൾക്കാർ താമസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവിടെ താമസിക്കാൻ നമ്മൾ സൗകര്യം കൊടുക്കാറില്ല. പകരം വി വിൽ ക്രിയേറ്റ് ഗസ്റ്റ് ഹൗസ് ഫോർ ദം. അവിടെ ഗസ്റ്റ് ഹൗസുകളുണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് അവർക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യാം. ഈവൻ ബാംഗ്ലൂർ ഞാനിപ്പോൾ കണ്ടൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ആക്റ്റീവ് റെഗുലർ അപ്പാർട്ട്മെൻറ്റ്, ആ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നിട്ട് അതേ കോമ്പൗണ്ടിൽ തന്നെ സീനിയർ ലിവിങ്. ആ സീനിയർ ലിവിങ് സെപ്പറേറ്റഡ് ആണ്, അതിൻ്റെ ഫെസിലിറ്റീസ് വ്യത്യാസമുണ്ട്, അവരുടെ ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്, അവരുടെ സർവീസസ് വ്യത്യാസമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പേരൻസ് ക്യാൻ ഇൻഡിപെൻഡൻ്റ്ലി ലിവ് ദെയർ ആൻഡ് മക്കൾക്ക് വേണമെങ്കിൽ അടുത്ത ഫ്ലാറ്റ് ഓക്യുപ്പൈ ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഐഡിയ. കാരണം ഞാൻ പലപ്പോഴും പറയണേ, എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകിട്ട് പുറത്തിറങ്ങിയാൽ ഞാൻ കുഞ്ഞുങ്ങളെ കാണില്ല, ആ ഒരു ഏജ് ഗ്രൂപ്പിനെ കാണില്ല. ഞാൻ എൻ്റെ അത് സോൾവ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ഐഡിയ ആണ്. അത്തരം കമ്മ്യൂണിറ്റീസും കേരളത്തിൽ വരും. കാരണം നമ്മളിപ്പോൾ അതിനോട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു റെഗുലർ എക്സോട്ടിക്ക സീരീസുള്ള അപ്പാർട്ട്മെന്റും അതിനോട് ചേർന്നിട്ടൊരു സീനിയർ ലിവിംഗ് കൂടെ പ്ലാൻ ചെയ്യുന്ന ഒരു പദ്ധതി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈവൻ ഐ ഹാവ് സീൻ വൺ പ്രോജക്റ്റ് ഇൻ പൂനെയിലാന്ന് തോന്നുന്നു. അവിടെ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 6 floors ഇസ് ആക്ച്വലി ഫോർ സീനിയർ ലിവിംഗ്. അപ്പോൾ ആ 6 ഫ്ലോറിലേക്കുള്ള ലിഫ്റ്റ് ആ 6 ഫ്ലോറിൽ അവസാനിക്കും. അതിന് മുകളിലാണ് സീനിയർ യങ്സ്റ്റേഴ്സിനും ആക്റ്റീവായിട്ടുള്ള റെഗുലർ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം റൂഫ് ടോപ്പിലേക്ക് പോകും. അപ്പോൾ ഈ ആദ്യത്തെ 6 ഫ്ലോറിനകത്ത് വരുമ്പോൾ ഡോർ വിഡ്ത്ത് വളരെ കൂടുതലാണ്, അത് വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്, അവിടെ എന്താ പറയുക റസ്റ്റിക് ആയിട്ടുള്ള ആൻറ്റി സ്കിഡ് ടൈൽസാണ്, ഗ്രാബ് റെയിൽസ് ഉണ്ട്, ടോയ്ലറ്റ്സ് എല്ലാം എൽഡർ ഫ്രണ്ട്ലിയാണ്. ആ ഫീച്ചേഴ്സ് എല്ലാം അവിടെയുണ്ട്, ആ സ്പെസിഫിക്കേഷൻസ് എല്ലാം അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലോവർ ഹൈറ്റ്സ് ആണ്, ഈ വെർട്ടിഗോ ഇഷ്യൂ ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ ഇവരുടെ തന്നെ മക്കളൊക്കെ മുകളിൽ താമസിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? 2 ലോബിയാണ്. ഒരു ലോബിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ 6ാമത്തെ ഫ്ലോർ, ഇപ്പോൾ മറ്റു ലോബിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 6ാമത്തെ ഫ്ലോറിന് മുകളിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. I think it's a great idea. എന്തെങ്കിലും കൊച്ചിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ I'll certainly, hopefully, book a space there. ഏത് വാങ്ങിക്കുന്നൂടെ പറയണം. 6ാമത്തെ ഫ്ലോർ വരെയാണോ വാങ്ങിക്കുമ്പോൾ അതിന് മുകളിലാണോ തീരുമാനിച്ചിട്ടില്ല. ബട്ട് കമ്മിങ് ടു ദിസ് ഇന്നോവേറ്റീവ് പാർട്ട്, ഇപ്പോൾ ഇത് ലോകത്തെല്ലാം യാത്ര ചെയ്തിട്ട് ഐ നോ യു സീ എ ലോട്ട് ഓഫ് പ്രോജക്ട്സ് എവ്രിവെയർ അറൗണ്ട് ദ വേൾഡ്. ശരിക്കും ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ടോ വാവ് എന്ന് തോന്നിയ ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? ഐഡിയ വൈസ്, ഇംപ്ലിമെൻറ്റേഷൻ വൈസ്, എങ്ങനെ? പേഴ്സണലി സ്പീക്കിംഗ് നമുക്ക് അങ്ങനെ തോന്നിക്കുന്ന ഒരുപാട് പ്രോജക്റ്റ്, എല്ലാ പ്രോജക്റ്റുകളും നമ്മളെ മോഹിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ചിലപ്പോൾ ഒരു നിർമ്മാതാവ് എന്നുള്ളതിൽ ഞാനതിൽ കാണുന്ന ആസ്പെക്റ്റ് ആവണമെന്നില്ല ഒരു പബ്ലിക്കിലെ ഒരു വ്യക്തി കാണുന്നത്. നമ്മളെ മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഘടകമായിരിക്കാം. അത് ആ ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ മാത്രമാവണമെന്നില്ല. മേ ബി അതിനകത്തൊരു ഒരു എൻട്രി ആവാം, അല്ലെങ്കിൽ അതിനകത്തൊരു അതിൻ്റെ ഒരു ലോബി സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാവാം, ലൈറ്റിംഗ് ആയിരിക്കാം.
എനിക്കൂടെ എല്ലാ ബിൽഡിങ്ങുകളും ഒരു അനുഭവമാണ്. എല്ലാ ബിൽഡിങ്ങിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും, എല്ലാ ആർക്കിടെക്ട്സിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും, എല്ലാ നിർമ്മാതാക്കളിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. കാരണം എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഓപ്പൺ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഓഫീസിൽ വരുമ്പോൾ തന്നെ അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടാവും. അയ്യോ അല്ലാതെ മേ ബി ചിലപ്പോൾ അതിൻ്റെ ഒരു വാസ്തുവായിരിക്കാം, ചിലപ്പോൾ അതൊരു പക്ഷേ അതിൻ്റെ ഒരു ലൈറ്റിംഗ് കംഫർട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഫ്ലോറിംഗ് ആയിരിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമ്മളൊന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ചൊന്നും പഠിക്കാനുണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവണം എന്ന് തീരുമാനിക്കാൻ എല്ലാത്തിലും ടേക്ക് അവേ ഉണ്ട്. ഐ തിങ്ക് ഞങ്ങൾ അങ്ങനത്തെ ഒരു അപ്രോച്ചിൻ്റെ ആൾക്കാരാണ്. കാരണം ഏത് പ്രോജക്റ്റ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അതിൽ വാട്ട് ഈസ് ദെയർ ഫോർ അസ് നോക്കാനായിട്ടുള്ളൊരു കണ്ണ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴും ഓഫീസിൽ പറയുക. അതുപോലെ ഈ കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്ന ഒരു സ്പേസാണ് ടെക്നോളജി. ആൻഡ് ഈ ടെക്നോളജി നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ആയിട്ട് ഒന്നിച്ച് കൊണ്ടുപോവുക ഇൻ ടുഡേസ് വേൾഡ് വിത്ത് ദി അഡ്വെൻറ്റ് ഓഫ് AI ആൻഡ് എവറിത്തിങ്. ഡു യു ലുക്ക് ഇൻ ടു ദാറ്റ് ആസ്പെക്ട് ആസ് വെൽ? എങ്ങനെയാണ് നമുക്കത് ഇത്രൂടെ 2006 അസറ്റ് ഹോംസ് ഡിജിറ്റൽ അപ്പാർട്ട്മെൻറ്റ്സ് വന്നത്. അന്ന് ഡിജിറ്റൽ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വളരെ അത്ഭുതത്തോടെ നോക്കി എന്താണ് ഡിജിറ്റൽ അപ്പാർട്ട്മെൻറ്റ്സ്. ഞങ്ങളൊരു 10 ഫീച്ചേഴ്സ് അതിനകത്ത് പറഞ്ഞിരുന്നു. അന്ന് ഈ 10 ഫീച്ചേഴ്സും ഒരു അപ്പാർട്ട്മെൻറ്റിലും ഇല്ല. അന്ന് വൈഫൈ എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താണ് വൈഫൈ എന്ന് ചോദിച്ചിരുന്ന സമയമാണ്. മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വൈഫൈ കൊടുത്തു, ഞങ്ങൾ IP ക്യാമറ സെക്യൂരിറ്റി സിസ്റ്റം കൊടുത്തു. IP ക്യാമറ കൊടുത്തപ്പോൾ ദുബായിലിരുന്നുകൊണ്ട് കുട്ടികൾ ഇവിടുത്തെ ലോണിൽ കളിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാം, നിങ്ങളുടെ ലാപ്ടോപ്പിൽ കാണാമെന്ന് പറയുമ്പോൾ അന്നൊരു വലിയ ഫീച്ചറാണത്. ബയോമെട്രിക് ലോക്സ് കൊടുത്തു, ഫയർവാൾ പ്രൊട്ടക്ഷൻ കൊടുത്തു, ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെൻസേർഡ് ലൈറ്റിംഗ് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വെച്ച് ഞങ്ങൾ അതിനെ ഡിജിറ്റൽ അപ്പാർട്ട്മെൻറ്റ് എന്ന് ബ്രാൻഡ് ചെയ്തു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് അതിന് പ്രത്യേകിച്ച് പുതുമ, കാരണം ടെക്നോളജി സംതിങ് വിത്ത് ചേഞ്ചസ് എവറി ഡേ, എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇന്നൊരു പ്രോജക്റ്റിനകത്തൊരു ടെക്നോളജി പാർട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഒബ്സലേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ആ ടെക്നോളജി മാറിയിട്ടുണ്ടാവും. അതൊരു വലിയ ചലഞ്ചാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ അതിനോട് പുറത്തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണോ ആ സമയത്ത് നമ്മൾ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ളത്, കസ്റ്റമർക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്, അങ്ങനത്തെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നമ്മളെല്ലാം നമ്മുടെ പ്രോജക്റ്റുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ റെലവൻ്റ് ആയിരിക്കും, അതില്ല എന്നുള്ള തോന്നലുണ്ടാവില്ല പിന്നീട്. പക്ഷേ പ്രോബ്ലം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെക്നോളജി മാറി കഴിയുമ്പോൾ ആൾക്കാർ പറയുക ടെക്നോളജി മോശമായി എന്ന് പറയില്ലല്ലോ. ഈ ടെക്നോളജി മാത്രമേ മോശമായി എന്നാലും പറയാത്തത്, എല്ലാവരും നന്നായതേ പറയുള്ളൂ. കാരണം ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് ദം ടു ഡു എ ബെറ്റർ ലൈഫ്, അല്ലേ? നമ്മുടെ ലൈഫ് കുറേ കൂടെ എളുപ്പമാക്കാനായിട്ടാണ് ടെക്നോളജി സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ പാട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത് പഴയ ടെക്നോളജിയാണ് ഇഷ്ടം എന്നാലും പറയില്ല, അല്ലേ? 2006 ഞാൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ് നല്ലതെന്ന് ഇപ്പോൾ ആരും പറയുമോ? ഇല്ല. ദേ വിൽ ഓൾവേസ് ലുക്ക് ഇൻ ടു ന്യൂ അല്ലേ, ലേറ്റസ്റ്റ് അല്ലേ? അപ്പോൾ ടെക്നോളജിനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വലിയ ചലഞ്ചാണ്, പ്രത്യേകിച്ച് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ. കാരണം നമ്മളത് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ടെക്നോളജി മാറിപ്പോയിട്ടുണ്ടാവും. ആൻഡ് ആക്ച്വലി ഒരു 3-4 വർഷത്തെ ഒരു കാലയളവ് എന്തായാലും ഉണ്ടല്ലോ ഫോർ ദ completion of a project. So yes, it's a very, very hard task indeed. Coming to the fact that when you grow up as a business, what are the things that you always keep in mind? കാരണം ഈ വളർച്ച is a constant. പക്ഷെ നമ്മൾ വളരുന്തോറും പേഴ്സണലി ഒരു ഫിലോസഫി ആയിട്ടും ബിസിനസ്സിനൊരു ഫിലോസഫി ആയിട്ടും മനസ്സിൽ എന്തെങ്കിലും ഒരു പോയിന്റ് കാണും, ഒരു കാര്യം കാണും, ഇങ്ങനെ ഓർത്ത് വെക്കുക ദാറ്റ് ആസ് എ മോട്ടോ ഫോർ ലൈഫ്? അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമർ തന്നെയാണ്. അവരോട് റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് വേറൊരു കാര്യവും നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ എവിടെയെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സിനോട് നമ്മൾ റെസ്പോൺസിബിളായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് കസ്റ്റമേഴ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1. 2, ഫ്യൂച്ചറിലേക്കും ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഓഫീസിൽ റൈറ്റ് ഫ്രം ദ സെക്യൂരിറ്റി മുതൽ ആ ഓഫീസിലെ CEO വരെയുള്ള ആൾക്കാർ സംസാരിക്കേണ്ടതും ആലോചിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എല്ലാം കസ്റ്റമറെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. അങ്ങനെ ചെയ്യും. അപ്പോൾ 2 ടൈപ്പ് ആൾക്കാർ നമ്മുടെ ഓഫീസിലുള്ളൂ. ആരാളത്? 1, കസ്റ്റമറോട് നേരിട്ട് ഇടപെടുന്ന ആൾക്കാർ. 2, ആ ഇടപെടുന്ന ആൾക്കാരെ സർവീസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ 2 ആൾക്കാരും അൾട്ടിമേറ്റ്ലി അവരുടെ ദൃഷ്ടി ചെല്ലേണ്ടത് കസ്റ്റമറിലേക്കാണ്. അതെന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നോ അന്ന് ഈ ബിസിനസ്സിൽ നമ്മൾ റിലവൻ്റ് അല്ലാണ്ടായി പോകും. അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഈസ് അതാണ് ഈ ബിസിനസ്സിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊരു കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. അസറ്റ് ഹോംസ് ആയിരിക്കും ചിലപ്പോൾ പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് വേണ്ടാന്ന് വെച്ചത്. കാരണം കസ്റ്റമർ സർവീസ് ചെയ്യപ്പെടേണ്ട ആളല്ല, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ട ആളല്ല, മറിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ട ആൾക്കാരാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കസ്റ്റമർ ഡിലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേര് തന്നെ മാറ്റിയത്. ആ പേര് മാറ്റിയതിനകത്തുള്ള റെലവൻസ് എന്ന് വെച്ചാൽ ദെൻ ഓൺലി ദ പീപ്പിൾ വിൽ ഫീൽ ദാറ്റ് ദേ ആർ
somebody who has to they are somebody who has to delight the customer. Their responsibility is like that. ഞാനൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആയി കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, അവരുടെ വിസിബിലിറ്റി ഞാൻ കട്ട് ചെയ്തു, ശരിയല്ലേ? അവർ സാറ്റിസ്ഫാക്ഷൻ വരെ അവരുടെ കണ്ടുപോകുള്ളൂ. വേറെ ഡിലേറ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് അവരുടെ നോട്ടം കുറച്ചും കൂടെ വലുതായിട്ട് പോവുക. അപ്പോൾ അത്തരം ഒരു 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 തുറന്ന കാഴ്ചയോട് കൂടി തന്നെയാണ് അസിസ്റ്റോംസ് മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം വി കീപ്പ് ഓൾവേസ് അവർ കസ്റ്റമർ ഇൻ ഫ്രണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ടീമും. കാരണം ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. ഒരു സൈഡ് കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ടീം മെമ്പറും സാറ്റിസ്ഫൈഡ് ആയിരിക്കണമല്ലോ, ഡിലൈറ്റഡ് ആയിരിക്കണമല്ലോ. എല്ലാ ടീം മെമ്പേഴ്സും ഡിലൈറ്റഡ് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ തിരിച്ചൊരു ഡിലൈറ്റ് കൊടുക്കാൻ പറ്റും? സോ യു ഹാവ് ടു കീപ് ബോത്ത് ഓഫ് ദം ഡിലൈറ്റഡ്. അപ്പോൾ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. കസ്റ്റമർ ഈ നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ ടീം മെമ്പേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. ഒപ്പം തന്നെ അസറ്റ് ഹോംസിന് ഫ്ലാറ്റ് മേടിക്കുന്നവരും ഫാമിലി മെമ്പേഴ്സാണ്. ഞങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ ഒരു 8,000-ഓളം ഫാമിലിയാണ് അസറ്റ് ഹോംസിന് ഫ്ലാറ്റ് മേടിച്ചുള്ളത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് 40,000 പീപ്പിൾ. 40,000 ആൾക്കാർ ഉറങ്ങുന്ന അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റിലാണ് അക്രോസ് കേരള. 40,000 ആൾക്കാർ. ഈ 40,000 പേരും സമാധാനമായിട്ട് രാത്രി ഉറങ്ങാനും മാത്രമാണ് ഇപ്പോൾ പലരും വീട്ടിൽ ആൾക്കാർ എത്തുന്നത്. നമ്മുടെ ഞങ്ങൾ കൊടുക്കുന്ന ഫ്ലാറ്റുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്, അതായത് ഫുൾ ഫാമിലി ഉപയോഗിക്കുന്ന സമയം ചിലപ്പോൾ 8 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 8 മണിക്കൂർ അവർക്ക് സമാധാനമായിട്ട് അവരുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അസറ്റ് ഹോംസിൻ്റെ മറ്റേ ഫാമിലി മെമ്പേഴ്സിനും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. So what we are always trying to do is we always try to keep our customers happy. ഈ 40,000 പേരുടെ സുഖമായിട്ടുള്ള ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം സുഖമാക്കുന്നത്. ഏറ്റവും ചാലഞ്ചിങ് ഫേസ് എന്തായിരുന്നു സർ? ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ് ചാലഞ്ച്? വൺ തിങ് ദാറ്റ് റിയലി യു ഫെൽറ്റ്, ഇതിലൂടെ ഞാൻ എങ്ങനെ മുന്നോട്ട് കടന്നു പോകും എന്നുള്ളൊരു ഫേസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിലെന്താ അറിയോ പ്രശ്നം വരുന്നത് എന്ന് വെച്ചാൽ, നമ്മളൊരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളുടെ ടീം മെമ്പേഴ്സായിട്ടും പാർട്ട്നേഴ്സായിട്ടും അസോസിയേറ്റ്സായിട്ടും ഒരുപാട് പേര് ഇതിനകത്ത് വരും. അതൊരു വൺ മാൻ ഷോ അല്ല. ഞാനിവിടെ ഇന്നൊരു വർക്കിംഗ് ഡേ ഈ സമയത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോളം ഇതിന് സംസാരിക്കുമ്പോൾ ആക്ച്വലി 35 പ്രോജക്റ്റ് അസറ്റ് ഹോംസിൻ്റെ അക്രോസ് കേരള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3,500 വർക്കേഴ്സ് സൈറ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 ബ്രാഞ്ച് ഓഫീസുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ ഓരോ റെലവൻറ്റ് പോയിന്റിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. ധൈര്യം മാത്രമല്ല, അതവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഫോൺ വരാത്തത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പം അസോസിയേറ്റ് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരേ കാഴ്ചപ്പാടോടെയും ഒരേ ലക്ഷ്യത്തോടെ അല്ല പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ചിലപ്പോൾ അത് മറികടക്കാൻ തിരുത്തും, എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മറയാണ്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സിസ്റ്റവും പ്രോസസ്സും കറക്റ്റായിട്ടുണ്ടാവണം. ചില പോയിന്റിൽ ആ സിസ്റ്റംസും പ്രോസസ്സും അല്ലെങ്കിൽ ആ ലക്ഷ്യവും ഇവർ ക്യാരി ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ നിങ്ങളൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണെന്ന് പറയുകയും അയാൾ ആ ബ്രീഫ് മനസ്സിലാക്കാത്തൊരു പ്രോജക്റ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം സാറ്റിസ്ഫൈഡ് ആവില്ല. നിങ്ങളൊരാളെ ഒരു പാർട്ട്ണറായിട്ട് എടുക്കുന്ന സമയത്ത് അയാളുടെ താല്പര്യങ്ങളും അയാളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ നിന്ന് ടോട്ടലി വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് നീണ്ടുപോകില്ല. ഒരു ടീം മെമ്പർ നിങ്ങൾ എടുക്കുമ്പോൾ ആ ടീം മെമ്പർ നിങ്ങളുടെ വിഷൻ ക്യാരി ചെയ്യാതെ അയാളുടെ ബാഗേജ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അപ്പോൾ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഈസ് ഈ പറഞ്ഞ ലക്ഷ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോളിസി, ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എല്ലാ ടീം മെമ്പേഴ്സിനെയും എല്ലാ പാർട്ട്നേഴ്സിനെയും എല്ലാ അസോസിയേറ്റ്സിനെയും മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നടപ്പിലാവുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെടാനായിട്ടൊരു മെക്കാനിസം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ചലഞ്ചായിട്ട് വരും. അത്തരം ചലഞ്ചുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫേസ് ചെയ്യാൻ നമുക്ക് 100% കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ചലഞ്ചുകളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും റീപ്ലേസ്മെൻ്റ് എടുത്ത് റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതും അപ്ഗ്രേഡ് ചെയ്യാനെടുത്ത് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതും ട്രെയിൻഡ് ആവേണ്ടവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ ചലഞ്ച്. സർ, നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ പ്രോഫിറ്റ് ഇസ് ലൈക്ക് സച്ച് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് മേക്കിംഗ് മണി ഇസ് സച്ച് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് റൈറ്റ്ഫുള്ളി സോ. പക്ഷെ നമ്മളൊരു തുടക്കത്തിൽ നിന്ന് ഈ ഒരു ഉയരത്തിലേക്ക് എത്തുമ്പോൾ ആ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മണി ഓൾസോ ചേഞ്ചസ് ആൻഡ് ഇവോൾവ്സ്. ഹൗ ഹാസ് ദാറ്റ് ചേഞ്ച്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് വാട്ട് ഈസ് യുവർ ഫിലോസഫി അബൌട്ട് മണി? ഈ 2 ചോദ്യങ്ങളാണ്. ഈ മണിയോടുള്ള ഫിലോസഫി എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. കാരണം അത് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഏത് ബിസിനസ്സിനകത്തും പ്രോഫിറ്റ് അല്ലെങ്കിൽ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മളൊരു റെസ്പെക്റ്റ് ഇല്ലായ്മ കാണിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അത് ബിസിനസ് തുടങ്ങുന്ന സമയത്താണെങ്കിലും ബിസിനസ് ഗ്രോ ചെയ്തതിന് ശേഷമാണെങ്കിലും ഒന്ന് തന്നെയാണ്. ഈ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംഭവം ഒരു സമൂഹത്തിൽ അതിൻ്റെ ഒരു നട്ടെല്ലെന്നൊക്കെ പറയുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പാർട്ടാവാനായിട്ട്
നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മേ ബി നമ്മൾ എത്രയോ പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു, എത്രയോ സ്ഥാപനങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ടിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, എത്രയോ ആൾക്കാർ അവരുടെ പ്രൊഫഷണൽ സർവീസുകൾ നമുക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു, എത്രയോ കസ്റ്റമേഴ്സ് അവരെ ഹാർഡ് ഏൺ മണി നമ്മളെ ഏൽപ്പിച്ചിട്ട് അവരുടെ ഭവനങ്ങൾ നിർമ്മിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, പണത്തിനോടുള്ള വലിയ ഉത്തരവാദിത്വം. അപ്പോൾ അത് ചെലവഴിക്കുന്നതിലും അത് സമ്പാദിക്കുന്നതിലും അത് വിനിയോഗിക്കുന്നതിലെല്ലാം ഉണ്ടാവേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഏത് ബിസിനസ്സിൻ്റെയും പരമപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു സ്റ്റോറി എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലൊരു ആപ്പിൾ ഉണ്ടെങ്കിൽ ആ ആപ്പിൾ നിങ്ങളുടെ തരമാണെന്ന് വേണ്ടി നിങ്ങൾക്ക് കണക്കാക്കാം. ആ ആപ്പിൾ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയെന്ന് തന്നെ വിചാരിച്ചോളൂ. ആ ആപ്പിളിനകത്ത് എത്ര കുരു ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എണ്ണി നോക്കാം. ആ ആപ്പിൾ മുറിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എത്ര കുരു അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ കുരു അല്ലെങ്കിൽ ആ വിത്ത് ആണ് നമ്മുടെ ധനമെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ആ ഓരോ വിത്തിൽ നിന്നും നാളെ എത്ര ആപ്പിൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കിന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ പണം വലുതാവുന്നതും പണം വികസിക്കുന്നതും. അപ്പോൾ നിങ്ങൾ വെറുതെ ത്രോ അവേ ചെയ്യണ വിത്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് നട്ടു വളർത്തുന്നൊരു വിത്തായിരിക്കാം നാളെ വലിയ നമ്പേഴ്സ് നമുക്ക് തിരിച്ചു തരുന്നതും അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്നതും. അപ്പോൾ ഈ ഒരു തത്വം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പണം എന്ന് പറയുന്നത് ധൂർത്തിനുള്ളതല്ലെന്നും അത് റിലവൻ്റായിട്ടും റെസ്പെക്റ്റ്ഫുള്ളായിട്ടും ഉപയോഗിക്കേണ്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ആ ബോധ്യം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ധനം വിൽ കം ടു യു അഗെയിൻ. ബിക്കോസ് ഇറ്റ് മൾട്ടിപ്ലൈസ്, ഇറ്റ്സ് ലൈക്ക് എ റിപ്പിൾ എഫക്റ്റ്. ഈ ഒരു ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നതാണ്, ഹൗ ബിഗ് വി ക്യാൻ ബിക്കം ഇസ് നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് how meaningful can we remain as we grow. I thought it was a beautiful line. Where did this thought come from, and what do you have to say about this? ഞാൻ പറയാം, അതൊരു നൈമിഷികമായിട്ട് തോന്നിയൊരു കാര്യമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. കാരണം നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിനകത്ത് നമ്മൾ എത്രത്തോളം മീനിങ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് എനിക്കൊന്ന് വെബ്സൈറ്റിൽ അങ്ങനെ എഴുതി വെക്കണതിനേക്കാളും അപ്പുറത്തായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കൊരു മനസ്സിൽ തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ പറ്റുക. അപ്പോൾ അത്തരം ഒരു തോന്നലുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന നമുക്കുള്ളൂ. തോന്നലുണ്ടായിട്ടൊന്നും ഇല്ലാട്ട് ഇപ്പോഴും തോന്നലുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടെന്നുള്ളതാണ് അതിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ക്യാൻ ടച്ച് മെനി പീപ്പിൾ. പലർക്കും തോന്നിയേക്കാം അങ്ങനെ തോന്നുന്ന കുറേ ആൾക്കാരുള്ള സമൂഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗതിയിലേക്ക് എത്തിച്ചേരുക. ആൻഡ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഹാസ് ബീൻ എ ബിഗ് പാർട്ട് ഓഫ് യുവർ evolution and growth as a brand, and I hope that this brand continues to grow and provide value for money. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഒന്ന് വാല്യൂ ഫോർ മണി, ഒന്ന് being responsible and being responsible with others' money as well. So lots of lovely takeaways, small snippets of beautiful thoughts from this conversation, sir, and thank you so much for sharing your valuable time. എല്ലാ ഇൻ്റർവ്യൂവും വളരെ നന്നാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോഴും പറഞ്ഞത് നമ്മുടെ ചോദ്യങ്ങൾ എത്രത്തോളം കേൾക്കുന്നവർക്ക് റിലവൻ്റ് ആയിരിക്കണം എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസാണ് ശരിക്കും എല്ലാ ഇൻ്റർവ്യൂസിനെയും വിജയിപ്പിക്കുന്നത്. അപ്പോൾ നല്ല ചോദ്യങ്ങൾ വരുമ്പോഴാണ് നല്ല ഇൻ്റർവ്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ഇൻട്രാക്ഷൻ. താങ്ക് യു. Absolutely a pleasure talking to you, sir. See you.